നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. Our God is a speaking God. നമ്മുടെ അവസ്ഥകളെ നല്ലവണ്ണം അറിയുന്ന ദൈവമാണ്. A God who knows our situations very well. ഈ മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, കർത്താവേ, എന്താണ് ഈ മീറ്റിങ്ങിൽ സംസാരിക്കേണ്ടത്? இந்த மீட்டிங்காக நான் ஜெபிக்கும்போது நான் கர்த்தரோடு கேட்டேன், நான் என்ன பேச வேண்டும் ஆண்டவரே? സ്വർഗ്ഗത്തിലെ ദൈവം എൻ്റെ ആത്മാവിനോട് ഇടപെട്ട ഒരു വിഷയമാണ് ഇന്ന് പകൽ ഈ സമയം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. இந்த நேரத்தில் நான் பேச விரும்புகிற காரியம், பரிசுத்த ஆவியானவர் என்னோடு இடைப்பட்ட ஒரு விஷயம். നിങ്ങളുടെ സമയം ദൈവിക പർപ്പസിലേക്ക് തിരിക്കുക. உங்களுடைய நேரங்களை தேவனுடைய திட்டத்திற்கு நேராக திருப்புங்கள். എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം. எபேசியருக்கு எழுதின நிருபம் 5வது அதிகாரம் 14வது வசனம். 16-ാം വാക്യം. 16வது வசனம். ആർക്കെങ്കിലും വായിച്ച് സഹായിച്ചാൽ കൊള്ളാം. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. யாராவது தமிழ்ல வாசிக்க முடியுமா? இருக்கா? anybody with Tamil? Redeem the time, knowing that the days are evil. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള സഭയോട് പറയുക, നിങ്ങളുടെ സമയം നിങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കുക. அப்போஸ்தலனாகிய பவுல் எபேசியர் சபைக்கு சொல்லுகிறார், உங்கள் காலத்தை நீங்கள் உபயோகப்படுத்திக் கொள்ளுங்கள். നിങ്ങൾ ഒരു യുദ്ധകളത്തിലാണ് ആയിരിക്കുന്നത്. நீங்கள் ஒரு யுத்த காலத்தில் இருக்கிறீர்கள். പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം നമ്മുടെ സമയം കവർന്നെടുക്കുക എന്നുള്ളതാണ്. பிசாசின் மிகப்பெரிய ஒரு தந்திரம் நம்முடைய நேரத்தை வீணாக்குவதுதான். നാം ഈ ഭൂമിയിൽ ജനിച്ചത് തന്നെ ദൈവിക ഉദ്ദേശ നിവർത്തീകരണത്തിന് വേണ്ടിയാണ്. நாம் இந்த பூமியில் பிறந்து வந்தது தேவனுடைய திட்டத்திற்காக தான். അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 26-ാം വാക്യം വായിക്കുമ്പോൾ, ദൈവത്തിന്റെ സമയത്ത് ദൈവം ഒരുക്കിയ ബൗണ്ടറിയിൽ ദൈവം നാം എവിടെ ആയിരിക്കണമെന്ന പദ്ധതിയിൽ ഒരുവനിൽ നിന്ന് സകല മനുഷ്യജാതിയും ഉളവാകുവാൻ ദൈവം പ്ലാൻ ഒരുക്കി. அப்போஸ்தலருக்கு எழுதின நிருபத்திலே 17வது வசனத்தில் வாசிக்கிறோம், கர்த்தருடைய நேரத்தில், கர்த்தருடைய காலத்தில், கர்த்தருடைய திட்டத்தின்படி அவருடைய நோக்கத்திற்காக நாம் எங்கே பிறக்க வேண்டும் என்று கர்த்தர் நிரூபிக்கிறார். അങ്ങനെയെങ്കിൽ നാം ഈ ഭൂമിയിൽ ജനിച്ചത് ഒരു മനുഷ്യന്റെ ഇഷ്ടത്തിലല്ല, ദൈവം ഒരുക്കി വെച്ച സമയത്ത്, ദൈവം ഒരുക്കിയ സ്ഥലത്ത്, എല്ലാം ദൈവിക പ്ലാൻ അതിന്റെ പിന്നിലുണ്ട്. அப்படியானால் நாம் இந்த பூமியில் இருக்கிறது நம்முடைய திட்டத்தினால் அல்ல, தேவனுடைய நேரத்திலும் தேவனுடைய திட்டத்தின்படியும் நாம் இங்கே ஆயிருக்கிறோம். യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു, നാം ഈ ഭൂമിയിൽ വന്ന് അല്പസമയം താമസിച്ചു പിന്നെ നാം പറന്നു പോവുകയും ചെയ്യുന്നു. யாக்கோபின் புத்தகம் 4வது அதிகாரத்திலே 4வது வசனத்தை வாசிக்கும் போது நாம் இங்கே வாசிக்கிறோம், கொஞ்ச காலம், அல்ப காலம் இந்த பூமியில் வாழ்ந்து நாம் அடுத்த கட்டத்திற்குள் நாம் பிரவேசிக்கிறோம் എന്ന് പറഞ്ഞാൽ അദൃശ്യ ലോകത്തിൽ നിന്ന് ദൃശ്യമായ ഒരു ലോകത്തിലേക്ക് വന്നിട്ട് വീണ്ടും ഒരു അദൃശ്യ ലോകത്തിലേക്ക് പോകുന്നു. இன்னொரு விதத்துல சொல்லணும்னா, நாம் காண முடியாத ஒரு லோகத்திலிருந்து காணக்கூடிய ஒரு லோகத்திற்கு நாம் இறங்கி வந்து மறுபடியும் காணக்கூடாத இடத்திற்கு நாம் திரும்பி போகிறோம். അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ നാം ജനിച്ചപ്പോൾ ദൈവിക ഉദ്ദേശം നിവർത്തീകരിക്കുക എന്നതിന് വേണ്ടി തന്നെയാ ജനിച്ചത്. அப்போ நாம் இந்த பூமியில பிறந்து வந்தது தேவனுடைய திட்டத்தை நிறைவேற்ற வேண்டும் என்கிற ஒரே நோக்கத்திற்காக நாம் பிறந்து வருகிறோம். എന്നാൽ പിശാചിന്റെ ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ സമയം കവർന്നു കളയുക എന്നുള്ളതാണ്. ஆனால் பிசாசின் மிகப்பெரிய தந்திரம் நம்முடைய நேரத்தை வீணாக்குவதுதான். കാരണം നമുക്ക് പലതും നഷ്ടമായാലും തിരിച്ചു കിട്ടും, പക്ഷെ സമയം നഷ്ടമായാൽ തിരിച്ചു ലഭിക്കത്തില്ല. அதற்கு காரணம், நமக்கு எது நஷ்டப்பட்டாலும் அதை நாம் மீண்டும் எடுத்துக்கொள்ளலாம், ஆனால் நேரம் நஷ்டப்பட்டால் அதை மீட்டெடுக்க முடியாது. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പദ്ധതികളെ നിവർത്തീകരിക്കാൻ ദൈവമാക്കിയിരിക്കുന്ന നാം ഓരോരുത്തരും വളരെ മനസ്സിലാക്കിയിരിക്കുക, നമ്മുടെ സമയത്തെയാണ് പിശാച് കവരുന്നത്. தேவனுடைய திட்டத்தை நிறைவேற்றுவதற்காக உருவாக்கப்பட்ட நாம் ஒவ்வொருவரும் புரிந்து கொள்ள வேண்டும், பிசாசு நம்முடைய நேரத்தை வீணாக்க வேண்டாம். പലപ്പോഴും സഭകളിൽ പഠിപ്പിക്കുന്ന ഒരു ശൈലിയുമുണ്ട്, രക്ഷിക്കപ്പെട്ട് നമ്മുടെ അവസാനം നല്ലതാണെങ്കിൽ നമ്മളങ്ങ് സ്വർഗത്തിൽ വലിയ കിരീടം പ്രാപിക്കുമെന്ന്.
பல சபைகளிலும் போதிக்கிற ஒரு போதனை, நாம் ரட்சிக்கப்பட்டு நல்ல ஒரு வாழ்க்கையை வாழ்ந்தால் நம்முடைய நேரம் தீரும் போது தேவ கிரீடத்தை நாம வாங்கி அடுத்த கட்டத்திற்குள் நாம் திரும்புவோம். എന്നാൽ എനിക്ക് ബൈബിൾ പഠിച്ചപ്പോൾ മനസ്സിലായത് നമ്മുടെ പ്രതിഫലം അവസാന നിമിഷത്തെ നോക്കിയല്ല, നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലായിരുന്ന സകല സമയത്തിൻ്റെയും കണക്കുകൂട്ടലിലാണ് ആ പ്രതിഫലം ലഭിക്കുന്നത്. ஆனால் வசனத்தை வாசிக்கும் போது நான் புரிந்து கொண்ட சத்தியம், நாம் வாங்க போகிற அந்த பலன் நம்முடைய வாழ்க்கையின் கடைசி பாகங்களில் நாம் எப்படி இருக்கிறோம் என்பதை பொறுத்தல்ல, ஜீவிக்கிற நாட்கள் எல்லாம் ஒவ்வொரு நாளும் நாம் எப்படி வாழ்கிறோம் என்கிற கணக்கில் தான். ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ത്യയിലൊക്കെ ഗവൺമെന്റ് ഓഫീസിലെ കാര്യങ്ങൾ നാം ഒന്ന് ചിന്തിച്ചാൽ, ஒரு உதாரணம் சொல்லுகிறேன். இந்தியாவில் இருக்கிற கவர்மெண்ட் ஆபீஸினுடைய விஷயங்களை யோசிக்கும் போது 10 മണിക്ക് കയറുന്നു, 5 മണിക്ക് അവർ സൈൻ ചെയ്ത് പോകുന്നു, ഒരു ദിവസത്തെ വർക്കായി. 10 മണിക്ക് പോവാங்க, 5 മണിക്ക് സൈൻ போட்டு ஒரு நாள் வேலையை முடிச்சிட்டு வீட்டுக்கு போயிடுறாங்க. അവർക്ക് അന്നത്തെ ശമ്പളവും കിട്ടും. அந்த നാളുக்குரிய சம்பளம் அவங்களுக்கு கிடைக்கிறது. എന്നാൽ സ്വർഗത്തിലെ ദൈവം അങ്ങനെ നോക്കുന്ന ദൈവമല്ല. നിങ്ങൾ ഡ്യൂട്ടി സമയത്ത് വന്ന സമയം മുതൽ പോകുന്നിടം വരെ ചെയ്തത് നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം. ஆனால் நம்முடைய தேவன் அப்படிப்பட்டவர் அல்ல. வந்த நேரத்திலிருந்து போகிற நேரம் வரைக்கும் நாம் எப்படி அந்த நேரத்தை செலவழிக்கிறோம் என்பதை காண்கிற தேவன் அவர். മനുഷ്യന്റെ കമ്പ്യൂട്ടറുകളുടെയും ക്യാമറകളുടെയും സിസ്റ്റങ്ങൾ അറിയാമല്ലോ. നമ്മുടെ ചലനം പോലും തിരിച്ചറിയുന്നെങ്കിൽ അത് ഉണ്ടാക്കാൻ ബുദ്ധി കൊടുത്ത ദൈവത്തിന്റെ ബുദ്ധിയെ നാം മനസ്സിലാക്കണം. നമ്മുടെ ചലനങ്ങൾ പോലും സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം. ஒரு கம்ப்யூட்டரும் ஒரு கேமராவும் நம்முடைய ஒவ்வொரு அசைவுகளையும் புரிந்து கொள்ளத்தக்க ஒரு மிஷினா இருக்குமானால், அதை உருவாக்க புத்தியை கொடுத்த தேவன் நம்முடைய ஒவ்வொரு அசைவுகளையும் காண்பவர் என்பதை மறக்க வேண்டாம். അതുകൊണ്ട് ഒരു ദൈവ പൈതലിന്റെ ജീവിതം എല്ലാ സമയവും വിലപ്പെട്ടതാണ്. അത് സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, பரலோகம் கண்டு கொண்டே இருக்கிறது. தேவனால் சிருஷ்டிக்கப்பட்ட தேவ ஜனம் ஒவ்வொரு நாளும் நாம் விசேஷமானவர்கள், அதை தேவன் பார்க்கிறார். അതുകൊണ്ട് ജീവിതത്തിൽ പലപ്പോഴും തളർച്ചയും ക്ഷീണവും വരുമ്പോൾ ഏലിയാവിനെ തട്ടി ഉണർത്തിയതുപോലെ സ്വർഗത്തിലെ ദൈവം തട്ടി ഉണർത്താറുണ്ട്. നിനക്ക് ഇവിടെ എന്താണ് കാര്യം? அதே போல வாழ்க்கையில பல நேரங்களில் நாம் சோர்ந்து போகும்போது ஏலியாவை தட்டி எழுப்பின தேவன் நம்மையும் தட்டி எழுப்பி சொல்லுகிறார், நீ ஏன் இங்கே இருக்கிறாய்? ചിലപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, ലോകപ്രകാരം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് തട്ടിയിട്ട് സ്വർഗം പറയും, നിനക്കെന്താ ഇവിടെ കാര്യം? നിനക്കൊരു പർപ്പസ് നിന്റെ ജീവിതത്തിലുണ്ട്. அழும் போதும், விழுந்து போகும் போதும், சோர்ந்து போகும் போதும் கர்த்தர் கேட்கிறார், நீ ஏன் இங்கே இருக்கிறாய்? உனக்கென்று ஒரு பிளானை நான் வைத்திருக்கிறேன். ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിനൊരു പദ്ധതി നിവർത്തീകരിക്കാനുണ്ട്. മറ്റുള്ളവരെ പോലെ ആയിരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഇന്ന് ഈ രാത്രി വിശ്വസിച്ചുകൊണ്ട് പറ, എന്നെ കുറിച്ച് എന്റെ അപ്പനൊരു പ്ലാൻ ഉണ്ട്. இன்னைக்கு ராத்திரி என்னை கேட்கிற தேவ ஜனமே, உங்களுக்காக கர்த்தர் ஒரு நோக்கத்தை வைத்திருக்கிறார். எல்லாரை போலும் வாழ்வதற்கல்ல. இன்னைக்கு ராத்திரி நீங்க தைரியமாய் சொல்லுங்க, எனக்கு ஒரு நோக்கம் உண்டு. ഈ ലോകത്തിൽ പലരും ആത്മീയതയെ പല നിലയിൽ വ്യാഖ്യാനിക്കുമ്പോൾ ഇന്ന് രാത്രി വിശ്വസിച്ചുകൊണ്ട് പറയണം, സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ എനിക്ക് ജന്മം തന്നത് ദൈവിക പദ്ധതിയുടെ നിവർത്തീകരണത്തിനാണെങ്കിൽ അതിനു വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ஆவிக்குரிய வாழ்க்கை குறித்து பலரும் பேசும்போது இன்னைக்கு ராத்திரி நீங்கள் புரிந்து கொள்ளணும், உங்களுக்காக தேவன் ஒரு நோக்கத்தை வைத்திருக்கிறார். அந்த நோக்கத்திற்காக வாழ்வதே நம்முடைய நோக்கம். എന്തൊക്കെ നഷ്ടമായാലും ജീവിതത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ച ആ പർപ്പസ് നഷ്ടമാക്കാതെ ജീവിക്കുവാൻ തയ്യാറാകണം. வாழ்க்கையில நீங்க எதை இழந்தாலும் கர்த்தர் உங்களுக்காக வைத்திருக்கிற நோக்கத்தை இழக்காதபடி நீங்கள் ஜீவனை நடத்த வேண்டும். എന്താണ് ദൈവത്തിന്റെ പർപ്പസ് നമ്മുടെ ജീവിതത്തിൽ? அப்போ தேவனுடைய நோக்கம் நம் வாழ்க்கையில என்ன? സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു, ദൈവം എല്ലാം വളരെ ഭംഗിയായി ആമെ സൃഷ്ടിച്ച് മനുഷ്യന്റെ നിത്യത പോലും അവന്റെ ഹൃദയത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പണികാര്യങ്ങൾ ഒരു മനുഷ്യനും അറിയാൻ പറ്റില്ല.
பிரசங்கி 3வது அதிகாரத்தில் நாம் வாசிக்கிறோம், கர்த்தர் எல்லாவற்றுக்கும் ஒரு காலத்தை வைத்திருக்கிறார், நாம் நித்தியம் வரை போகும் வரைக்கும் ஒவ்வொன்றுக்கும் ஒரு காலம் உண்டு. അങ്ങനെയെങ്കിൽ ദൈവം ഒരു മനുഷ്യന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ദൈവിക പദ്ധതിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പലതും ചില മാനുഷിക ബുദ്ധി കൊണ്ട് കണക്ക് കൂട്ടിയാൽ പിടികിട്ടത്തില്ല. தேவன் நமக்காக வைத்திருக்கிற திட்டங்களை, நமக்கு இருக்கிற இந்த மனுஷனின் புத்தியை வைத்து நாம் யோசிக்கும் போது அதை நம்மால் புரிந்து கொள்ள முடியாது. ഈ ലോകത്തിൽ നിസ്സാരരായി നാം കാണുന്ന പല വ്യക്തികൾ കാണാം, പക്ഷെ അവരുടെ ഉള്ളിൽ ദൈവം നിക്ഷേപമായി ദൈവ പദ്ധതിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ചിലത് നമ്മുടെ ബുദ്ധിയിൽ നോക്കിയാൽ മനസ്സിലാകില്ല. நோக்கமின்றி வாழ்கிற பலரும் இருக்கும்போது கர்த்தர் நமக்காக வைத்திருக்கிற திட்டங்களை புரிந்து கொள்ள நமக்கு இருக்கிற இந்த புத்தி போதாது. ഇവിടെയായിരിക്കുന്ന ഓരോ ദൈവമക്കളും പറയണം, ഞാനൊരു സാധാരണ വ്യക്തിയല്ല, ദൈവത്തിന്റെ പ്ലാൻ നിവർത്തീകരിക്കാൻ ഈ ഭൂമിയിലായിരിക്കുന്ന വ്യക്തിയാണ്. இங்க இருக்கிற ஒவ்வொருவரும் தைரியமாய் சொல்ல வேண்டும், நான் ஒரு சாதாரண மனுஷனோ மனுஷியோ அல்ல, எனக்கென்று கர்த்தர் ஒரு நோக்கம் வைத்திருக்கிறார். ദൈവിക പദ്ധതികളെ കുറിച്ച് പഠിക്കുമ്പോൾ രണ്ട് വിധമായ ദൈവിക പ്ലാനുകൾ ഈ ഭൂമിയിലുണ്ട്. தேவனுடைய திட்டங்களை குறித்து வாசிக்கும் போது இந்த பூமியிலே அவருடைய திட்டங்களுக்கு ரெண்டு வகையில் இருக்கிறது. ഒന്ന് ദൈവത്തിന്റെ പൊതുവേ ഉള്ള പർപ്പസും രണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള പർപ്പസും. முதலாவது ஒரு ஜெனரலான ஒரு நோக்கம், இரண்டாவது ஸ்பெஷலான ஒரு நோக்கம். ഈ പൊതുവേ ഉള്ള പർപ്പസ്, ജനറൽ പർപ്പസ് ആണ് സഭകളിൽ മുഴുവൻ പഠിപ്പിക്കുന്നത്. ജനറൽ പർപ്പസ് പറ്റി தான் എല്ലാ സഭകളിലും നാം പഠിച്ചു കേട്ട് വരുகிறோം. കാരണം ഞാൻ വാക്യങ്ങളെല്ലാം എടുക്കുന്നില്ല, നമുക്കറിയാം. യെശയ്യാവ് 43:21 പറയുന്നു, എന്നെ ആരാധിക്കാൻ സ്തുതിക്കാൻ വിളിക്കപ്പെട്ട ജനം എന്ന് പറഞ്ഞാൽ നമ്മെ ദൈവം ഇവിടെ ആക്കിയിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ. യെശയ്യാ 43:21 വാസിக்கிறோம், അവരെ ആരാധിക്കുംപടി തുതിക്കുംപടി തിരഞ്ഞെടുക്കപ്പെട്ട ജനം. ഒത്തിരി വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. നിങ്ങൾ പോകുന്നിടത്തൊക്കെ എന്റെ സാക്ഷ്യം വഹിക്കണം. ഇതുപോലെ പല വചനങ്ങളെ വാസിக்கிறோம், പോകുന്ന എല്ലാ ഇടങ്ങളിലും എനിക്കാக സാക്ഷികളായി നിർപ്പീர்கள். അതുപോലെ ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, കർത്തവ്യങ്ങൾ നിറവേറ്റണം. നമുക്കെன்று കർത്തർ வைத்திருக்கிற சில കർത്തവ്യങ്ങളെ നാം നിറവേറ്റ வேண்டும். നമുക്ക് കുടുംബം, നമുക്ക് സൊസൈറ്റി, സഭ, ഇതൊക്കെ ദൈവം നമുക്ക് തന്ന ചില ജനറൽ പർപ്പസ് ഉണ്ട്. അതൊക്കെ നാം നിവർത്തീകരിക്കേണ്ടവരാ. നാം வாழ்கிற இந்த சொசைட்டி, நம்முடைய சபைகள், நம்முடைய குடும்பங்கள், இதெல்லாம் ജനറൽ പർപ്പസസ്. അങ്ങനെയെങ്കിൽ ഈ ജനറൽ പർപ്പസിന് വേണ്ടിയാണ് ഒരു നല്ല ശതമാനവും നമ്മുടെ ഓട്ടം. நாம் ஓடுகிற பல ஓட்டங்களும் இந்த ஜெனரல் பദ്ധதிக்காக மட்டுமே நாம் ஓடுகிறோம். പക്ഷേ അതുകൊണ്ട് തീരുന്നില്ല. സ്പെസിഫിക് ആയിട്ട് ചില പർപ്പസുകൾ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു നിവർത്തീകരിക്കുവാൻ. ஆனால் இந்த ஜெனரல் பர்பஸையும் தாண்டி நாம் ஒவ்வொருவருக்கும் ஒரு ஸ்பெசிபிக் நோக்கத்தை கர்த்தர் வைத்திருக்கிறார். അത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തവുമായിരിക്കും. அந்த நோக்கங்கள் ஒவ்வொருவருக்குள்ளும் வேற வேற விதங்களாய் காணப்படுகிறது. അത് കണ്ടെത്താൻ തയ്യാറായാൽ നാം വിജയിച്ചു. அதை நாம் நோக்கி அதை கண்டுபிடிக்க நாம் தயாரானால் நாம் ஜெயித்தோம். ആ സ്പെസിഫിക് പർപ്പസ് എപ്പോഴും ദൈവരാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യുക, അതിന്റെ ഒരു ഭാഗമായി നിൽക്കുക എന്നതിനെ ബേസ് ചെയ്തായിരിക്കും. அந்த ஸ்பெசிபிக் பர்பஸ் என்ற நோக்கம் என்று சொல்வது கர்த்தருக்காக நில்லுங்கள், அவருக்காக போராடுங்கள் என்கிற விஷயத்தில் சம்பந்தப்பட்டது. ഉൽപ്പത്തി പുസ്തകം 1:26 വായിക്കുമ്പോൾ സമുദ്രങ്ങളുടെ മേലും ആകാശത്തിലെ പറവകളുടെ മേലും ഭൂമിയിലും 4 മണ്ഡലങ്ങൾ, സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയാം, 4 മണ്ഡലങ്ങൾ പറയുന്നു. അവിടെ നാം അധികാരത്തോട് വാഴേണ്ടവരാണ്. நாம் ஆதியாகமம் 1வது அதிகாரம் 26வது வசனத்திலே வாசிக்கிறோம், கடலும் பூமியும் ஆகாயமும் கடலுக்கு கீழ் இருக்கிற சகலதும், இப்படி 4 மண்டலங்களை, 4 இடங்களை வசனம் எடுத்து காண்பிக்கிறது. ഈ സ്ഥലങ്ങളിൽ പൈശാചിക മണ്ഡലങ്ങളുടെ ഉറവിടമാ. അതിനെ ജയിക്കാൻ വിളിക്കപ്പെട്ട ദൈവമക്കളാണ് നാം ഓരോരുത്തരും. இந்த 4 ரெலமிலியுமே பிசாசின் சகல போராட்டங்களையும் ஜெயித்து அங்கே ஆளுகை பெறும்படிதான் கர்த்தர் நம்மை அழைக்கிறார். എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:12 വാഴ്ചകൾ, അധികാരങ്ങൾ, ലോകാധിപതി, സ്വർലോകത്തിലെ ദുഷ്ടാത്മ
ദൈവസേന ഈ 4 വിധ പൈശാചിക മണ്ഡലങ്ങളെ കാണുന്നു. അവയ്ക്കെതിരായി യുദ്ധം ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നാം. எபேசியருக்கு எழுதின நிருபம் 6வது அதிகாரத்தின் 12வது வசனத்திலே வாசிக்கிறோம். மாம்சத்துக்கு எதிராகவும் இரத்தத்துக்கு எதிராகவும் அல்ல, துரைத்தனங்கள், அதிகாரங்கள், അന്ധകാര മണ്ഡലങ്ങൾക്ക് എതിരായി നാം ഇറങ്ങി നിന്ന് പോരാടുகிறோം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയട്ടെ. എപ്പോൾ നിങ്ങൾ ഈ പ്രത്യേക ദൈവിക ഉദ്ദേശത്തിലേക്ക് തിരിയാൻ തുടങ്ങും, അന്നേരമാണ് പൈശാചിക മണ്ഡലങ്ങൾ ശക്തമായി നിങ്ങൾക്കെതിരായി വരുന്നത്. என்றைக்கு தேவனுடைய நோக்கத்திற்காக நான் வாழ போகிறேன் என்று முடிவெடுத்து நீங்கள் இறங்குகிறீர்களோ அன்றைக்கு பிசாசின் சகல போராட்டங்களும் உங்களுக்கு எதிராக இறங்கும். എപ്പോൾ നാം ദൈവിക ഉദ്ദേശത്തിലേക്ക് മാറപ്പെടുന്നോ അന്നേരം പൈശാചിക ശക്തികൾ നിങ്ങൾക്കെതിരായി വരും. പക്ഷേ ദൈവം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. என்றைக்கு நீங்க தேவனுக்காக நிற்க இறங்குகிறீர்களோ அன்றைக்கு பிசாசின் போராட்டங்கள் எழும்பி நிற்கும். ஆனால் கர்த்தர் உங்களுக்கு ஜெயத்தை கொடுத்திருக்கிறார். സങ്കീർത്തനം 139 15 16 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞാൻ രഹസ്യമായി ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആമേൻ. ഈ കാലഘട്ടത്തിൽ നീ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ നിന്നിൽ ചില പ്രോഗ്രാം ഒരുക്കി വെച്ചാണ് ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത്. സംഗീതം 139 14 15 பிரமிக்கத்தக்கவண்ணமாய் அதிசயமாய் கர்த்தர் நம்மை உண்டாக்கி இருக்கிறார். அதற்கு காரணம் அவருடைய நோக்கத்திற்காக நீங்கள் நின்று ஜெயிக்க வேண்டும் என்பதற்காகவே. പലപ്പോഴും അത് നമുക്ക് പോലും മനസ്സിലാകത്തില്ല. പക്ഷെ ഒരു സത്യം, നിങ്ങൾ ആ പർപ്പസിലേക്ക് വന്നേ മതിയാകത്തുള്ളൂ. കാരണം അതിനു വേണ്ടിയാ ദൈവം നമ്മെ വിളിച്ചത്. பல நேரங்களில் நமக்கு கூட அந்த நோக்கம் என்னவென்று புரியாமல் போனாலும் அந்த நோக்கத்திற்காக நான் இறங்கி நிற்பேன் என்று முடிவெடுத்தீர்கள் என்றால் அதுவே ஜெயம். ചിലര് ചോദിക്കാറുണ്ട്, എന്താ ദൈവമേ അതെന്താ എനിക്ക് വെളിപ്പെടുത്തി തരാത്തത്? பலரும் கேட்பார்கள், ஏன் ஆண்டவரே என்னுடைய நோக்கத்தை எனக்கு வெளிப்படுத்தி காண்பிக்க மாட்டீங்களா? നിങ്ങളെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന പ്ലാൻ മുഴുവൻ നിങ്ങളെ വെളിപ്പെടുത്തിയാൽ ശക്തമായ പൈശാചിക ആക്രമണം നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾക്ക് നിലനിൽക്കാൻ പക്വതയില്ലെങ്കിൽ നിങ്ങൾ വീണുപോകും. கர்த்தர் நமக்காக வைத்திருக்கிற எல்லா திட்டங்களையும் அவர் வெளிப்படுத்தினால் பிசாசின் பல அந்தகார போராட்டங்களும் உங்களுக்கு எதிராக வரும். நீங்கள் நிற்க முடியாமல் போகும். സുവിശേഷ വേലയിൽ ശക്തമായി പൈശാചിക മണ്ഡലങ്ങൾക്കെതിരായി വെല്ലുവിളിയായി നിന്ന പല വ്യക്തികളെയും തകർത്ത് കളഞ്ഞത് അങ്ങനെയാ. கர்த்தருடைய சுவிசேஷத்திற்காக இறங்கி நின்ற பலரையும் வீழ்த்தினது இவ்வகையான போராட்டத்தின் மூலமாக தான். അല്ലാതെ 2 സ്തോത്രവും പറഞ്ഞ് ആമേൻ എല്ലാരെയും ഒന്ന് സന്തോഷിപ്പിച്ചു പോകുന്നവർക്കൊന്നും ഈ പോരാട്ടവും പ്രതികൂലവും ഒന്നും അറിയത്തേ ഇല്ല. 4 ഹല്ലേലൂയ 4 സ്തോത്രം சொல்லி போறவங்க யாருக்குமே இப்படிப்பட்ட போராட்டங்கள் கிடையாது. പക്ഷേ ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ആ പ്ലാനിലേക്ക് ഞാൻ എപ്പോൾ വരാൻ തുടങ്ങും, അന്നേരം തൊട്ട് ശക്തമായി അന്ധകാര ശക്തി നമുക്കെതിരായിട്ട് നിൽക്കുന്നത് കാണുവാൻ കഴിയും. என்றைக்கு தேவனுடைய நோக்கத்திற்காக நான் இறங்குகிறேனோ அன்றைக்கு பிசாசின் சகல போராட்டங்களையும் நான் காணக்கூடும். നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേ, യോസഫിന്റെ ജീവിതം, ദാവീദിന്റെ ജീവിതം, അബ്രഹാമിന്റെ ജീവിതം, ഇവരൊക്കെ ദൈവിക പർപ്പസ് വെളിപ്പെട്ടതിന് ശേഷമാ ശക്തമായി പ്രതികൂലങ്ങളിലേക്ക് കടന്നു വരാൻ തുടങ്ങിയത്. யோசேப்பின் ஜீவிதத்தையும் தாவீதின் அபிரகாமின் ஜீவனத்தையும் நீங்கள் பார்த்தீங்கன்னா இவங்கெல்லாம் என்றைக்கு தேவனுடைய நோக்கத்திற்காக இறங்குகிறார்களோ அன்றைக்கு போராட்டங்கள். അങ്ങനെയെങ്കിൽ ദാവീദിനെ കുറിച്ച് നമുക്ക് കാണുവാനിരിക്കുന്നു, ആ വെറുതെ പോയി ഗോലിയാത്തിന്റെ മുമ്പിൽ പോയതല്ല. അതിനു മുമ്പ് സിംഹത്തിന്റെ മുമ്പിലും കരടിയുടെ മുമ്പിലും ഒക്കെ ചില മൽപ്പിടുത്തം നടത്തിയ അനുഭവമായിട്ടാണ് വന്നത്. கோலியாத்திற்கு முன்பாக போய் நிற்பதற்கு முன்பாகவே சில சிங்கங்களையும் கரடிகளையும் கண்டு அனுபவத்தோடு போய் நிற்கிறார் தாவீது. അങ്ങനെയെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പ്രത്യേക പദ്ധതി വെളിപ്പെടണമെങ്കിൽ ചെറിയ ചെറിയ അസൈൻമെന്റുകൾ ദൈവം തരുമ്പോൾ അതിനെ നേരിട്ട് നിങ്ങൾ പക്വതയുള്ളവരാകുമ്പോൾ വലിയത് ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. உங்க வாழ்க்கையில் இருக்கிற ஒவ்வொரு சின்ன சின்ன நோக்கங்களையும் சின்ன சின்ன அசைன்மென்ட்டையும் நீங்க முடிக்கும் போது கர்த்தர் ஒவ்வொரு படிப்படியாய் மேலான நோக்கங்களை உங்களுக்கு வெளிப்படுத்தி காண்பிப்பார். മറ്റുള്ളവർക്കില്ലാത്ത ഒരു പ്രതികൂലം ഇന്ന് രാത്രി നീ വഹിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഓർത്തോണം, മറ്റുള്ളവർ
മറ്റുള്ളവർക്കില്ലാത്ത ചിലത് നിന്നിൽ കൂടി വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. இன்றைக்கு ஒரு போராட்டத்திற்குள் நீங்கள் நிற்பீர்கள். ஆனால் இன்றைக்கு நீங்கள் புரிந்து கொள்ளணும், மற்றவங்களுக்கு வராத போராட்டம் உங்களுக்கு இருக்குன்னா உங்க மேல ஒரு பெரிய நோக்கம் உண்டு. നിന്നെ ഒരു ശക്തമായ ആയുധമാക്കി പുറത്തു കൊണ്ടുവരുവാൻ ദൈവം പദ്ധതി ഒരുക്കിയിരിക്കുമ്പോൾ ചില സിംഹം നിനക്കെതിരായി വരും, ചില കരടി നിനക്കെതിരായിട്ട് വരും. അതിനെ തോൽപ്പിച്ച് നീ പുറത്തു വരുമ്പോൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് ദൈവം നടത്തും. சில பெரிய காரியங்களை கர்த்தருக்காக செய்து முடிக்க கர்த்தர் உங்களை உருவாக்கினபடியினால் சில சிங்கங்களும் சில கரடிகளும் உங்களுக்கு முன்பாக வரும். அதிலும் தேவன் ஜெயத்தை கொடுப்பார். ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ചെറിയ പ്രതികൂലങ്ങൾ വരുമ്പോൾ പ്രതികൂലം മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത്, അതിന്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശം തിരിച്ചറിയുവാൻ പ്രാർത്ഥിക്കണം. இன்றைக்கு போராட்டங்களை சந்திக்கிற தேவ பிள்ளையே, அந்த போராட்டத்தின் மத்தியில் இந்த போராட்டம் நீங்கட்டும் என்று ஜெபிக்காமல் இந்த போராட்டத்தில் நோக்கம் என்ன ஆண்டவரே என்று ஜெபித்து பழகலாம். പിശാചിന്റെ വലിയ പദ്ധതിയും അതാ, ഒരു കാരണവശാലും നിങ്ങളെ മേലുള്ള ആ പ്രത്യേക വിളി, ആ പദ്ധതി നിങ്ങൾ തിരിച്ചറിയരുത്. பிசாசின் நோக்கமும் இதுதான். உங்கள் மேல் இருக்கிற நோக்கத்தை நீங்கள் ஒரு நாளும் புரிந்து கொள்ள கூடாதபடி தடுப்பதே. നമുക്കൊരു മറ്റുള്ളവർക്കില്ലാത്ത ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നാം ആ പ്രശ്നം മാറാനാണ് പ്രാർത്ഥിക്കാറ്. நம்முடைய வாழ்க்கையில பிரச்சனைகள் வரும்போது அந்த பிரச்சனைகளை மாற்றுவதற்காக தான் நாம் ஜெபிக்கிறோம். പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ദൈവമേ എന്താ അതിന്റെ പിന്നിലെ ഉദ്ദേശം? ஆனால் என்னைக்காச்சும் ஜெபிச்சிருக்கீங்களா, இந்த பிரச்சனைக்கு பின்பாக கர்த்தாவே உம்முடைய நோக்கம் என்ன? ദാവീദിന്റെ അനുഭവം പോലെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു സിംഹം നമ്മൾക്കെതിരായി ചാടി വന്നാൽ, தாவீதுடைய வாழ்க்கையை போல நம்ம கற்பனை பண்ணி பார்க்கலாம். நமக்கு எதிராக ஒரு சிங்கம் பாய்ந்து வந்தால் നമ്മൾ ആ സിംഹത്തിനെ ഓടിക്കാൻ വേണ്ടി നോക്കും. പക്ഷേ ചിലപ്പം ദൈവം തരുന്ന ട്രെയിനിങ് ആയിരിക്കും വലിയ ഗോലിയാത്തിന്റെ മുമ്പിൽ നിൽക്കാൻ. ഈ ട്രെയിനിങ്, அந்த பாய்ந்து வருகிற சிங்கத்தை ஓட்டி விடுவதற்காக நாம் போராடுவோமே ஒழிய இது எனக்கு கர்த்தர் கொடுக்கிற ஒரு ட்ரெய்னிங் என்று நாம் புரிந்து கொள்வதில்லை. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, മറ്റുള്ളവർക്കില്ലാത്ത ഒരു വേദന, മറ്റുള്ളവർക്കില്ലാത്ത ഒരു ഒറ്റപ്പെടൽ, മറ്റുള്ളവർക്കില്ലാത്ത ഒരു നിന്ദയിൽ കൂടി നീ കടന്നു പോകുന്നെങ്കിൽ അതിന്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ പദ്ധതിയുടെ മുമ്പാകെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. மற்றவர்களுக்கு இல்லாத போராட்டமும் பிரச்சனைகளும் உங்களுக்கு வரும்போது அந்த பிரச்சனையின் நடுவிலும் முழங்கால் படியிட்டு நீங்கள் ஜெபியுங்கள். இந்த பிரச்சனையின் நோக்கத்தை வெளிப்படுத்தும் ஆண்டவரே. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, മറ്റുള്ളവർക്കില്ലാത്ത പ്രശ്നങ്ങൾ വരുമ്പോ നീ അതിൽ കൂടി അഭ്യാസം നേടുന്നത് വലിയ ദൈവപ്രവൃത്തിയുടെ മുമ്പിൽ നിൽക്കാൻ വേണ്ടിയാ. அந்த மற்றவர்களுக்கு வராத பிரச்சனை உங்களுக்கு வரும்போது அந்த பிரச்சனையின் நடுவிலும் உங்களுக்கு ஒரு பயிற்சி உண்டாகுமானால் பெரிய காரியங்களை கர்த்தருக்காக அடுத்து நீங்கள் செய்ய നമ്മൾ போகிறீர்கள். എപ്പോഴെങ്കിലും ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ ശക്തമായ പ്രതികൂലങ്ങൾ നമുക്കെതിരായി വരും. പക്ഷെ ഭയപ്പെടരുത്, ഈ യുദ്ധക്കളത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, വിളിച്ച ദൈവം വിശ്വസ്തൻ. இந்த மாதிரி பிரச்சனைகள் உங்களுக்கு எதிராக வரும்போது பயப்படாதீர்கள், நம்மை அழைத்தவர் உண்மை உள்ளவர். ഏതൊക്കെ പ്രതികൂലങ്ങൾ, ഏതൊക്കെ സിംഹം, ഏതൊക്കെ കരടി നിനക്കെതിരായിട്ട് വന്നാലും അവന്റെ ശക്തി നിന്റെ മേൽ വരുമ്പോ സകല പ്രതികൂലങ്ങളെയും ജയിക്കുവാനിടയാണ്. எவ்வளவு பெரிய பிரச்சனை ஆனாலும், சிங்கமானாலும், கரடி ஆனாலும், படைத்தவரின் வல்லமை உங்களுக்கு மேல் இறங்கி வரும்போது நீங்கள் ஜெயித்தெழும்புவீர்கள். നിന്നെ വരിഞ്ഞ് കെട്ടുന്ന പോലത്തെ ഒരു അനുഭവം ഉണ്ടായാലും അവൻ ദൈവശക്തി ശരീരത്തിൽ ഇറങ്ങുമ്പോൾ അത് കത്തിയ ചണനൂൽ പോലെയായി മാറും. உங்களை சுற்றிலும் கட்டுகள் இடப்பட்டு நீங்கள் கட்டப்பட்டு நின்றாலும் தேவனின் வல்லமை இறங்கும்போது சுட்டெரிக்கப்பட்டு சாம்பலாய் அது மாறும். അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കടന്നു പോകുന്ന ട്രെയിനിങ്ങളുടെ മധ്യേ ദൈവത്തോട് പറ, കർത്താവേ, പ്രതികൂലം മാറുകയല്ല, ഇതിന്റെ പിന്നിലെ ദൈവ ഉദ്ദേശം എന്നെ വെളിപ്പെടുത്തണം. சில பயிற்சிக்குள் கர்த்தர் உங்களை நடத்துவார். ஆனால் நீங்கள் ஜெபியுங்கள், இந்த பிரச்சனை மாறுவதற்கல்ல, கர்த்தாவே என்னை பயிர்ப்பித்து ஜெயத்திற்குள் நடத்துவீராக. പ്രതികൂലം മാറുക എന്നുള്ളതല്ല എന്റെ ലക്ഷ്യം, ദൈവ പദ്ധതി വെളിപ്പെടുക എന്നുള്ളതാ. என்னுடைய லட்சியம், என்னுடைய நோக்கம் இந்த பிரச்சனை மாற வேண்டும் என்பதல்ல, கர்த்தருடைய நோக்கம் வெளிப்பட வேண்டும். ആ രോഗം മാറിയ
മാറിയാലും മാറിയില്ലെങ്കിലും എന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതി വെളിപ്പെടട്ടെ. வியாதி மாறினாலும் மாறாவிட்டாலும் தேவனுடைய நோக்கம் வெளிப்பட வேண்டும். കാരണം ഞാൻ ദൈവ പദ്ധതിയുടെ നിവർത്തീകരണത്തിനായി ഭൂമിയിൽ വന്നത്. காரணம் தேவனுடைய நோக்கத்தை நிறைவேற்றுவதற்காக தான் இந்த பூமியில் நான் பிறந்து வந்தேன். അതിനു വേണ്ട ട്രെയിനിങ്ങുകളാ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓരോ പരിശോധനകൾ. அதற்கான பயிற்சி தான் கர்த்தர் உங்களுக்கு கொடுத்த ஒவ்வொரு பிரச்சனையும். ആ പരിശോധനയുടെ മധ്യേ ആ പരിശോധന മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത്. ദൈവമേ അങ്ങയുടെ പദ്ധതി എന്നെ ഒന്ന് വെളിപ്പെടുത്തണം. அந்த சோதனையின் நடுவில் சோதனை மாறுவதற்கல்ல நம்முடைய ஜெபம், அந்த சோதனையிலும் தேவன் நோக்கம் வெளிப்பட வேண்டும். അങ്ങനെയെങ്കിൽ ദൈവമക്കളെ ആ പ്രത്യേക പദ്ധതിയിലേക്ക് നാം കടന്നു വരാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിലേക്ക് വരുത്താതിരിക്കാൻ വേണ്ടിയാണ് പിശാചിന്റെ ശ്രമവും. தேவனுடைய நோக்கம் நாம் அவருடைய நோக்கத்திற்குள் வர வேண்டும் என்பது, பிசாசின் நோக்கம் நாம் அதை புரிந்து கொள்ளாமல் இறங்காமல் இருக்க வேண்டும் என்று தடுப்பது. നാം അടുത്തതായി ചിന്തിക്കുന്നു, എങ്ങനെയാണ് നമ്മുടെ മേലുള്ള പ്രത്യേക ദൈവ ഉദ്ദേശത്തെ മനസ്സിലാക്കാൻ പറ്റുന്നത്? அடுத்ததாய் நாம் சிந்திக்க போகிறோம், தேவனுடைய நோக்கத்தை நாம் எப்படி புரிந்து கொள்ள முடியும். യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 13-ാം വാക്യം നാം വായിക്കുമ്പോൾ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു: ശ്രദ്ധയോടെ എന്നെ അന്വേഷിക്കുന്നവർ കണ്ടെത്തുന്നു. ശ്രദ്ധയോടെ ദൈവത്തെ അന്വേഷിച്ചാൽ നമുക്കത് വെളിപ്പെടും. எரேமியாவின் புத்தகம் 29வது அதிகாரத்தின் 13வது வசனத்தை நாம் வாசிக்கும் போது, அவரை நோக்கி கண்ணோக்கி பார்ப்போமானால் நாம் அவரை கண்டடைய முடியும். നമ്മൾ ചിന്തിച്ചു നോക്കിയ പലപ്പോഴും നമ്മുടെ ഉപവാസങ്ങൾ, പ്രാർത്ഥനകൾ നാം ഒരുക്കി വച്ചിരിക്കുന്ന ദൈവിക നമ്മുടെ പദ്ധതിയിലേക്ക് ദൈവത്തെ കൊണ്ടുവരാനാണ് നാം ഉപവസിക്കുന്നത്. நாம் பல நேரங்களிலும் உபவாசத்தோடு ஜெபிக்கிறது கர்த்தர் நம்முடைய திட்டத்திற்குள் இறங்கி வர வேண்டும் என்பதற்காக. പക്ഷേ സത്യത്തിൽ അതല്ല നമുക്ക് വേണ്ടത്. നാം ഉപവസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എന്നെ കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതിയിലേക്ക് ഞാൻ വരികയാ. ஆனால் உண்மையான சத்தியம் என்பது, நாம் உபவாசம் பண்ணும்போது கர்த்தருடைய திட்டத்திற்குள் நான் இறங்க வேண்டும். ഞാനൊരു ഉദാഹരണം കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ശ്രേഷ്ഠനായ ഒരു ദൈവദാസൻ അനേക ചർച്ചകൾ, വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തൻ്റെ അവസാന നിമിഷം ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഞാൻ ഈ ചെയ്ത കാര്യങ്ങളിലൊക്കെ അങ്ങ് സംതൃപ്തനാണോ? நான் ஒரு உதாரணம் கேட்டிருக்கிறேன். ஒரு தேவ மனுஷன் கர்த்தருக்காக பல காரியங்களையும் செய்து கடைசியில் கர்த்தரை பார்த்து கேட்டான், கர்த்தாவே நான் செய்ததில் உமக்கு பிரியம் உண்டோ? ദൈവം അദ്ദേഹത്തോട് പറഞ്ഞ വാക്കിതാണ്, നീ ചെയ്തതൊക്കെ കൊള്ളാം, പക്ഷേ ഞാൻ നിന്നിൽ സംതൃപ്തനല്ല. കാരണം ഞാൻ നിന്നെ ഏൽപ്പിച്ചത് നീ ചെയ്തില്ല. கர்த்தர் அந்த தேவன் மனுஷனோடு சொன்னார், நீ செய்ததெல்லாம் சரிதான், ஆனால் உன்னில் நான் பிரியப்பட முடியவில்லை. காரணம் என் நோக்கத்தை நீ நிறைவேற்றவில்லை. ചിലതൊക്കെ കർത്താവ് എനിക്ക് തരണം, അത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇത് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞു, പ്രാർത്ഥിച്ചു, ദൈവം ഓക്കെ എന്ന് പറഞ്ഞു. പല നേരങ്ങളിലും ഇത് വേണം, അത് വേണം, ഞാൻ அதை செய்ய வேண்டும், இதை செய்ய வேண்டும் என்று ஜெபித்தோம். கர்த்தர் அதை செய்து கொடுத்தார். ചിലപ്പം ദൈവം ചില കാര്യങ്ങൾ പ്രത്യേകമായി നിന്നിൽ കൂടി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ള ആ കാര്യം ചെയ്തില്ലെങ്കിൽ ഈ ഭൂമിയിൽ ചെയ്തു കൂട്ടിയതെല്ലാം ശൂന്യമാണ്. எல்லா விஷயத்தையும் செய்து முடித்து கர்த்தர் நம்மை உருவாக்கின நோக்கத்தை நாம் நிறைவேற்றாமல் போனால் நாம் செய்ததெல்லாம் சூன்யம். കാരണം ദൈവം നമ്മെ ഏൽപ്പിച്ച ഒരു ചെറിയ കാര്യമായിരിക്കാം, ആ ചെറുത് ചെയ്താൽ മതി. கர்த்தர் நமக்காக வைத்திருக்கிறது ஒரு சிறிய விஷயமா இருக்கலாம், அந்த சிறியதையும் செய்து முடிப்போம். കാരണം അതിന്റെ റിസൾട്ട് വലിയതാ. കാരണം അതിനു വേണ്ടിയാണ് നാം ഈ ഭൂമിയിൽ വന്നത്. அந்த சிறிய விஷயத்தின் ரிசல்ட் பெரிதாய் இருக்கும். காரணம் அதுவே உங்களுடைய வாழ்க்கையின் நோக்கம். ഒന്നാമതായി ദൈവിക പദ്ധതി നാം തിരിച്ചറിയണമെങ്കിൽ ശ്രദ്ധയോടെ ദൈവത്തെ അന്വേഷിക്കണം. முதலாவது கர்த்தருடைய திட்டத்தை புரிந்து கொள்ள வேண்டுமானால் முழு இருதயத்தோடும் அவரை தேட வேண்டும். രണ്ടാമതായി ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി മാറണം. இரண்டாவதாக கர்த்தருடைய இருதயத்திற்கு பிரியமானவர்களாய் நாம் மாற வேண்டும். അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 22-ാം വാക്യത്തിൽ ദാവീദിനെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, അവൻ എൻ്റെ ഹിതം നിറവേറ്റും. அப்போஸ்தலர் 13வது அதிகாரத்தில் வாசிக்கிறோம், தாவீது கர்த்தருடைய இருதயத்திற்கு பிரியமானவனாய் இருந்தபடியால் தேவன் சொல்லுகிறார், அவர் என்னுடைய சித்தத்தை செய்வார். ഈ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന ആ വാക്കിനെ ഞാൻ അല്പം ഒന്ന് വിശദീകരിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. கர்த்தருடைய இருதயத்துக்கு பிரியமானவன் என்கிற வார்த்தையை நாம் கொஞ்சம் ஆழமாய் புரிந்து கொள்ளலாம். ഈ ലോക മനുഷ്യനിൽ തന്നെ അനേകർ ഇപ്പം പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായി ടെലിപ്പതി എന്ന് പറഞ്ഞൊരു കാര്യം അറിയാമോ?
டெலிபதி என்கிற அந்த ஒரு விஷயத்தை இந்த உலகத்துல பல ஜனங்களும் முயற்சி செய்து கொண்டிருக்கிறார்கள். എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇൻസ്ട്രുമെന്റിന്റെ ആവശ്യമില്ലാതെ മൈൻഡിൽ നിന്ന് അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് അടുത്ത ഹൃദയത്തിലേക്ക് സന്ദേശങ്ങൾ പാസ് ചെയ്യാൻ പറ്റുമെന്ന്. இன்னொரு விதத்துல சொல்லணும்னா எந்த ஒரு இன்ஸ்ட்ருமெண்ட்டுமே இல்லாமல் ஒரு மனுஷனுடைய இருதயத்தில் இருக்கிற எண்ணங்களை மற்றொரு மனுஷனுடைய இருதயத்திற்குள் ஒளிப்பிக்கத்தக்க வண்ணம் செய்கிற ஒரு காரியம். ചിലപ്പോൾ ചോദിക്കും ഇത് എന്താ ഈ പറഞ്ഞു വരുന്നതെന്ന്. நீங்க நினைக்கலாம் இவர் என்னதான் சொல்ல வராரு. നിങ്ങൾക്കും അത് അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം. മേബി നീங்களும் அந்த விஷயத்துல கடந்து போயிருக்கலாம். നമ്മുടെ ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ അയ്യോ ഒത്തിരി നാളായല്ലോ ഫോൺ ചെയ്തിട്ട് എന്നാ ഒന്ന് വിളിക്കാന്ന് വിചാരിച്ച് ഫോൺ എടുക്കുമ്പോഴാ അദ്ദേഹത്തിന്റെ കോൾ ഇങ്ങോട്ട് വരുന്നേ. பல நேரங்களில் நமக்கு ரொம்ப பிரியமானவர்களை கூப்பிடலான்னு போன் எடுக்கும்போது சட்டுன்னு அவங்க கால் உங்களுக்கு வந்திருக்கும். അനുഭവം ഉണ്ടായിട്ടുണ്ടോ? அப்படி என்னைக்காச்சும் ஆயிருக்குங்களா? ചില അമ്മമാര് അപ്പന്മാര് ഭാര്യമാര് ഭർത്താവ് ഒക്കെ പറയാറുണ്ട് എന്തോ എൻ്റെ മോന് സംഭവിച്ചു ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. அப்பா இல்லைன்னா அம்மா இல்லைன்னா கணவனோ மனைவியோ சொல்லுவாங்க நேத்து நைட் என்னால தூங்கவே முடியல, இந்த நபருக்கு ஏதோ ஒரு ஆயிருக்கும். ഹൃദയപ്രകാരം ബന്ധമുള്ളവർക്ക് മറ്റുള്ള ആ വ്യക്തിയുടെ വേദന ഹൃദയത്തിൽ പാസ് ചെയ്യും. இருதயத்திலே ஒரு நமக்கு ஒரு 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 நேர்மையான அன்பு இருக்கும்போது நம்முடைய இருதயத்தில் இருக்கிற ஒரு வேதனையை நாம் மற்றவங்களுடைய இருதயத்திற்குள் பாஸ் செய்ய முடியும். ദാവീദിനെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം പറയുന്നേ അതാ ഞാൻ സ്വർഗത്തിലിരുന്ന് ആഗ്രഹിക്കുന്നത് ചിന്തിക്കുന്നത് ഈ ഭൂമിയിലിരിക്കുന്ന ദാവീദിന്റെ ഹൃദയത്തിൽ പതിയും. அதுதான் ஆண்டவரும் சொல்லுகிறார், பரலோகத்தில் இருக்கிற நான் என்னுடைய இருதயத்தில் ஒரு பாரம் வைக்கும் போது பூமியில் இருக்கிற தாவீதுக்கு அது புரிகிறது. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ വേദന, ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ പദ്ധതി നിന്റെ ഹൃദയത്തിൽ പതിയണമെങ്കിൽ ഹൃദയത്തിൽ ദൈവത്തെ സ്നേഹിക്കണം. பரலோக தேவனின் இருதயத்தின் பாரமும் வேதனையும் விருப்பங்களும் பூமியில் இருக்கிற உங்களுக்கு புரிந்து கொள்ள முடியுமானால் உங்களுக்கு இருதயத்திலிருந்து ஒரு അൻപ് വേണ്ടും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആമേൻ. പലരുടെയും ലക്ഷ്യം കസേരകൾ, സ്ഥാനമാനങ്ങൾ, പേരുകൾ, പെരുമകൾ ഇതിനു വേണ്ടി ഓടുമ്പോ ആമേൻ ആ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വേദന ചിലപ്പോൾ ഹൃദയത്തിൽ വരില്ല. പല മനുഷ്യരുടെ இருதயத்தின் நோக்கம் எனக்கு ஒரு பட்டம் வேண்டும், பதவி வேண்டும், ஒரு இடம் வேண்டும் என்று பார்க்கும்போது பரலோக தேவனின் இருதயத்தின் பாரத்தை நான் புரிந்து கொள்ள வேண்டும் என்று யாரும் சிந்திப்பதில்லை. ദൈവത്തിന്റെ പൈതലെ ആ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയായി നാം മാറാൻ പറ്റിയാൽ ആമേൻ ആമേൻ ദൈവം ഉദ്ദേശിക്കുന്ന എന്നിൽ കൂടി ഉദ്ദേശിക്കുന്ന ദൈവിക പദ്ധതിയെ എനിക്കിവിടെ വെളിപ്പെടും. தேவனுடைய இருதயத்திற்கு பிரியமானவர்களாய் நாம் மாறுவோமானால் கர்த்தருடைய இருதயத்தில் இருக்கிற நோக்கம் நமக்கும் வெளிப்படும். പല ആത്മീയത പറഞ്ഞു നടക്കുന്നവർ കാണിക്കുന്ന പലതിന്റെ പിന്നിൽ നാം പോകത്തില്ല. നമ്മുടെ മെയിൻ ഉദ്ദേശം ദൈവത്തിന്റെ ആഗ്രഹമായിരിക്കും. தேவனுடைய விருப்பத்தை நோக்கி ஓடுவோமானால் உலகத்திலோ மனுஷர்களிலோ இருக்கிற நோக்கங்கள் நமக்கு ஒரு பொருட்டாய் எண்ண முடியாது. അങ്ങനെയെങ്കിൽ ആ ദൈവിക പദ്ധതിയിൽ നിങ്ങൾ വരുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, മറ്റുള്ളതിനേക്കാൾ ശക്തമായ എതിര് നിങ്ങളുടെ ജീവിതത്തിൽ വരും. പിന്നെ மறுபடியும் நான் சொல்லுகிறேன், கர்த்தருடைய நோக்கத்திற்காக நீங்கள் இறங்கினால் எல்லாரை காட்டிலும் பெரிய போராட்டம் உங்களுக்கு தான் வரும். അത് ചിലപ്പോൾ ഭവനത്തിൽ നിന്ന് വരും, சில நேரங்களில் நம்ம കൂട്ടുകാരിൽ നിന്ന് വരും, நம்முடைய കൂട്ടാളികൾ സഭയിൽ നിന്ന് വരും, സംഘടനയിൽ നിന്ന് വരും, സഭയ്ക്കുൾ ഇരുന്നും സമുദായത്തിற்குள் ഇരുന്നും. ഇതാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിശാച് നിങ്ങളിൽ നോക്കുന്നത് നിങ്ങളെ കുറിച്ചുള്ള ആ പ്രത്യേക പദ്ധതി നിറവേറരുത്. யாரையும் நீங்கள் குற்றவாளி ஆக்கி அதை முயற்சி செய்ய வேண்டாம். உங்களுக்கு எதிராக இருக்கிற உங்களுக்குள் இருக்கிற நோக்கத்தை தீர்க்கும்படி வருகிற போராட்டம் அது. ദൈവത്തിന്റെ പൈതലെ അതിൽ പലപ്പോഴും പിശാച് വിജയിക്കാറുമുണ്ട്. പല നേരങ്ങളിൽ പിശാസും அதை ജയിக்க മുയற்சி செய்கிறான். എന്നാൽ നാം പറയണം, ആരൊക്കെ എന്നെ ഒറ്റപ്പെടുത്തിയാലും ഞാൻ ഒറ്റക്കേ ഉള്ളെങ്കിലും എന്റെ അപ്പന്റെ ഇഷ്ടം നിറവേറാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ஆனால் நாம் ஒவ்வொருவரும் சொல்ல வேண்டும், யார் என்னை தள்ளினாலும் நான் தனியாக நின்றாலும் அப்பாவினுடைய இருதயத்தின் விருப்பத்தை நான் நிறைவேற்ற வேண்டும். ഈ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക്, പ്രത്യേക ഉദ്ദേശത്തിലേക്ക് നാം വന്നാൽ പിന്നെ നമ്മൾ ഈ വിഷയത്തിന് വേണ്ടി വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. தேவனுடைய நோக்கத்திற்காக நாம் இறங்கி வருவோமானால் அந்த நோக்கத்திற்காக நாம் வேற எந்த விஷயத்தையும் செய்ய தேவையில்லை. അത് ദൈവം ചെയ്തോളും. அதை கர்த்தர் பார்த்து
பார்த்துக் கொள்வார். ഞാൻ പറയണമെങ്കിൽ എനിക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട്. അതുപോലെ അത്ഭുതം കണ്ടവനാ ഞാൻ. ഞാൻ പല അത്ഭുതങ്ങളെയും കണ്ടവൻ. ഉദാഹരണങ്ങൾ പലதையும் நான் சொல்ல முடியும். ഞാൻ ചിലപ്പം ചിന്തിക്കാറുണ്ട്, ചില വ്യക്തികളൊക്കെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന അത്ഭുതം ചെയ്യുന്ന ദൈവത്തെ പ്രസംഗിക്കും. நான் பல நேரங்களில் யோசிப்பேன், சில பேர் பிரசங்கம் பண்ணுவாங்க, இல்லாதவைகளை உள்ளது போல அழைக்கிற தேவன் என்று சொல்லி அற்புதங்களை செய்ய முடியும். നേരം പറയും, എനിക്ക് കഞ്ഞി കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സഹായിക്കണേ. അതേ നേരത്തിൽ அவங்க சொல்லுவாங்க, எனக்கு അടുത്ത വേള ഗഞ്ചി കുടിക്കർക്ക് நீங்க ஏதாச்சும் எனக்கு உதவி ശരിക്കും ഒന്ന് செய்யுங்க. ചിന്തിച്ചു നോക്കിയാൽ ഈ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവത്തിന് പ്രസംഗിച്ച നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയില്ലേ? கர்த்தர் யோசிச்சு பாருங்க, கர்த்தர் அற்புதங்களை செய்வார் என்று பிரசங்கிக்கிற உனக்காக கர்த்தர் கொடுக்க முடியாமல் இருக்க முடியுமா? ദൈവത്തിന്റെ പൈതലേ, നാം ദൈവത്തിന്റെ ഉദ്ദേശത്തിന് പോയി നിന്നാൽ പിന്നെ നാം ചോദിക്കണ്ട, ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറ്റാൻ ദൈവത്തിന് കഴിയും. தேவ ஜனமே, கர்த்தருடைய நோக்கத்திற்காக நீங்கள் நின்றால் வேற எதற்கும் கலங்க வேண்டாம். உங்களுக்கான சகலதையும் கர்த்தர் செய்து முடிப்பார். സമയക്കുറവുണ്ട്, ഒത്തിരി ഉദാഹരണങ്ങൾ പറയാൻ എനിക്ക് കഴിയും. நேரம் இல்லாததனால பல உதாரணங்களை நான் சொல்ல முடியல. ചെറിയൊരു ഉദാഹരണം പറയാം. 2008 ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു കൺവെൻഷൻ വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. சின்ன ஒரு உதாரணம் சொல்லுகிறேன். 2008வது ஆண்டுல ஒரு கன்வென்ஷன் நான் வைக்க யோசித்தேன். ഹിന്ദുക്കൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു കോളനിയിലാണെന്ന് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ஒரு இந்து ஜனங்கள் மட்டுமே வாழ்கிற ஒரு காலனியில நான் ஊழியம் பண்ணி கொண்டிருந்தேன். വിദേശത്തുനിന്ന് ഒരാൾ വന്നിട്ട് സകല ചെലവും ചെയ്ത് കൺവെൻഷൻ നടത്താമെന്ന് പറഞ്ഞു. எல்லாரும் சொன்னாங்க, நாங்க எல்லா உதவியும் செஞ்சு உங்களுக்கு இதை நடத்தி தரோம்னு. ഞാനും വിചാരിച്ചു, പാവങ്ങൾക്ക് കൺവെൻഷൻ നടത്താൻ ഇത്രയും ചെയ്യുവാണെങ്കിൽ ആ ദേശത്ത് തന്നെ നടക്കട്ടെ. அப்ப நான் யோசிச்சு, இவ்வளவு இவங்க செய்யறாங்கன்னா இந்த பாவப்பட்டவர்களுக்காக செய்யறதுக்கு அவங்க செய்து முடிக்கட்டும். ഈ മനുഷ്യനു അപ്പൊ ഞാൻ സഭയിൽ പറഞ്ഞു, സഭയെന്ന് പറഞ്ഞാൽ എനിക്കൊരു 10-15 പാവപ്പെട്ടവരല്ലാതെ വേറെ സഭയൊന്നുമില്ല. எங்களுடைய சபையில ஒரு 10-15 ஏழைப்பட்டவர்களை தவிர வேற யாரும் கிடையாது அங்க. ഞാൻ വലിയ സംഘടനകളുടെ പിന്നിൽ പോകാറുമില്ല. நான் பெரிய ஆட்களுக்கு பின்பாக ஓடி போய் கேட்பதும் இல்லை. അപ്പം ഞാൻ സഭയെ പറഞ്ഞു, നമ്മൾ ഒരു ദൈവദാസം വന്നിട്ട് ഫ്രീ ആയിട്ട് കൺവെൻഷൻ നടത്തും, നമ്മൾ എല്ലാ ക്രമീകരണം ചെയ്തോ, എല്ലാം റെഡിയാണ്. அப்ப நான் சொன்னேன், ஒரு ஊழியக்காரர் வந்து அவரே செலவு செய்து பெரிய கன்வென்ஷன் நடத்துவார், நாம் எல்லா விதத்திலும் உதவி செய்யலாம். സത്യത്തിൽ ആ മനുഷ്യൻ നാട്ടിൽ വന്നിട്ട് ഒരു വാക്ക് പോലും പറയാതെ പോയി. உண்மையை சொல்லணும்னா அந்த மனுஷன் இந்த ஊருக்கு வந்துட்டு ஒரு வார்த்தை கூட சொல்லாமல் திரும்பி போயிட்டார். എനിക്ക് ഒത്തിരി വിഷമമായി. நான் ரொம்ப துக்கப்பட்டேன். കാരണം ഞാൻ വിശ്വാസികളോടെല്ലാം പറഞ്ഞതാ, നിങ്ങൾ ഒന്നും ചെയ്യണ്ട, எல்லாம் അദ്ദേഹം വന്ന് ചെയ്തോളൂ. அப்ப நான் சொல்லியிருந்தேன் எல்லா விசுவாசிகளோடும், நீங்க எதுவும் செய்ய வேண்டாம், அவர் வந்து செஞ்சு முடிச்சிட்டு கொடுத்துட்டு போவாரு. ഓരോ ആഴ്ച ചെല്ലുമ്പം പല സഹോദരിമാർ ചോദിക്കും, പാസ്റ്റർ എന്നാ കൺവെൻഷൻ? ഒരു മാസത്തിനകം വെച്ച്. அப்போ ஒவ்வொரு நாளும் எல்லாம் கேட்பாங்க, என்னைக்கு கன்வென்ஷன்? நான் நாளைக்கு, நாளானிக்கு அப்படின்னு சொல்லி அடுத்த மாசம். പിറ്റേ ആഴ്ച ചെല്ലുമ്പോൾ അടുത്ത ആൾ ചോദിക്കും, എന്നാണ് കൺവെൻഷൻ? അത് രണ്ടാഴ്ച കഴിയുമ്പോൾ. அடுத்த வாரம் கேட்பாங்க, எப்போ கன்வென்ஷன்? அப்ப நான் சொல்லுவேன் 2 வாரம் கழிச்சு கன்வென்ஷன். ആൻസർ ഇല്ലാതെ നിന്ന സമയത്ത് എൻ്റെ വിശ്വാസി ഒരു ഉപവാസത്തിൽ എഴുന്നേറ്റ് നിന്ന് എന്നോട് ദൂത് പറഞ്ഞു, പാസ്റ്ററെ, കൺവെൻഷൻ വെക്കുന്നത് ദൈവമാണ്, ദൈവം അത് ചെയ്തോളും, പാസ്റ്റർ ടെൻഷൻ അടിക്കണ്ട. நான் என்ன பதில் சொல்லணும்னு கூட தெரியாம நிற்கும் போது எங்க சர்ச்சில் இருக்கிற ஒரு ஏழப்பட்ட விசுவாசி ஆவியில தீர்க்க தரிசனமாய் சொன்னாங்க, கன்வென்ஷன் நடத்த போறது தேவன், எல்லா காரியங்களும் அவரே செய்து முடிப்பார். അപ്പം മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ വിശ്വാസികളോട് തുറന്നു പറഞ്ഞു, എനിക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റിപ്പോയി, പിന്നെ ദൈവമാ പറഞ്ഞെങ്കിൽ ദൈവം അത് ചെയ്തോളൂ. அப்போ நான் எல்லாரோட உண்மையை சொன்னேன், இப்படி ஒரு விஷயம் நடந்துருச்சு, ஆனால் இது கர்த்தருடைய சித்தமானால் அவரே செய்து முடிப்பார். ദൈവമക്കളെ, ഓഫറിങ് പോലും എടുക്കാതെ, ഞാൻ 5 രൂപ പോലും ഇടാതെ ആ ദേശത്തിലെ കോളനിയിൽ വർക്ക് ചെയ്യുന്ന പാവപ്പെട്ടവരെല്ലാം പൈസ കൊണ്ടുവരാൻ തുടങ്ങി. என்கிட்ட 5 ரூபா கூட இல்லாம, நான் எந்த இடத்துலயும் ஆஃபரிங்கும் இல்லாம, அங்க இருக்கிற எல்லாரும் கொஞ்சம் கொஞ்சமா ஆஃபரிங்க கொண்டு வந்து கொடுத்தாங்க. ഞാൻ 5 രൂപ പോലും ഇട്ടിട്ടില്ല. நான் 5 ரூபா கூட கொடுக்க முடியல. ആരോടും ചോദിച്ചിട്ടില്ല. நான் யாரோடும் கேட்கவும் இல்லை. കാരണം എന്റെ പർപ്പസിലിരുന്ന ഒരു വിഷയം ദൈവത്തിന്റെ പർപ്പസായി മാറിയെങ്കിൽ അത് പിന്നെ ചെയ്യേണ്ട ദൈവമാണ്. எனக்குள் இருக்கிற நோக்கம் அது கர்த்தருடைய நோக்கமானால் அது கர்த்தரே செய்து நிறைவேற்றுவார். ആ നോട്ടീസ് കൊണ്ട് പോയപ്പോൾ ആ സഹോദരനോട് 2 വരി വെച്ചിട്ട്, നിങ്ങൾ പിരിവെടുക്കാതെ കൺവെൻഷൻ നടത്തുന്നോ?
அவங்க கேட்டாங்க, இந்த கன்வென்ஷன் நீங்க எந்த விதத்துல எந்த இதுவுமே எடுக்காம நடத்துறீங்க? അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു പിരിവെടുക്കേണ്ടത് ആരെങ്കിലും തന്നാ മേടിച്ചോളാൻ പറഞ്ഞെന്ന്. அப்போ அவங்க சொன்னாங்க, எங்க பாஸ்டர் சொன்னாங்க, எதையும் கேட்க வேண்டாம், யாராச்சும் கொடுத்தா மட்டும் வாங்கிக்கிங்க. ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും 4 ദിവസത്തെ ഓഫറിങ്ങിന്റെ പൈസ ഞാൻ തരുവാന്ന് ആ പാസ്റ്ററോട് പറഞ്ഞേക്കാൻ. அப்புறம் ஒரு சகோதரி சொன்னாங்க, 4 நாளுக்குரிய ஆஃபரிங்க நான் பாஸ்டரோடு கொடுப்பேன்னு சொல்லிரு அப்படின்னு சொன்னாங்க. ഇത് ഒരു കാര്യമല്ല, ഒരു 8 കൺവെൻഷനോളം ഞാൻ ട്രിവാൻഡ്രത്ത് നടത്തിയിട്ടുണ്ട്. ഒരു പിരിവും നടത്തിയിട്ടില്ല, എന്റെ പൈസ ഇട്ടിട്ടുമില്ല. കാരണം ദൈവത്തിന്റെ പദ്ധതി ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഒരുവന്റെയും കരമില്ലെങ്കിലും അവിടെ ദൈവത്തിന്റെ നീതിയുണ്ട്. இன்னைக்கு நான் நின்று சொல்லுகிறேன், ஒரு கன்வென்ஷன் மட்டும் இல்ல, 8 கன்வென்ஷனை நடத்தி இருக்கிறேன். அதுல ஒரு காரியமும் நான் செய்யவில்லை. கர்த்தருடைய திட்டத்தை அவரே நிறைவேற்றினார். ഒരു വാക്കും കൂടെ പറയാം, കൺവെൻഷൻ നടത്താൻ ഒരു ഗ്രൗണ്ട് വേണം. ஒரு விஷயத்தையும் சொல்றேன், கன்வென்ஷன் நடத்தணும்னா ஒரு கிரவுண்ட் வேணும். അപ്പം തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് ഒരാടെ ഗ്രൗണ്ട് ഉണ്ട്, പക്ഷെ അദ്ദേഹം ആർക്കും കൊടുക്കത്തില്ല. அந்த ஊர்ல இருக்கிற ஒரு கிரவுண்ட் இருக்கு, ஆனால் அந்த கிரவுண்டினுடைய ஓனர் யாருக்கும் கொடுக்க மாட்டாரு. ഞാനും ആ സഹോദരനോട് അവിടെ ചെന്നിട്ട് ചോദിച്ചതുപോലെ ഞങ്ങൾക്ക് കൺവെൻഷൻ തക്കാൻ ഗ്രൗണ്ട് തരുമോ? அப்ப நான் அவர்கிட்ட போய் கேட்டு, கன்வென்ஷன் நடத்துறதுக்கு இந்த கிரவுண்ட் தருவீங்களா? അപ്പം പറഞ്ഞ് പെന്തക്കോസ്തുകാരുടെ കൺവെൻഷന് ഗ്രൗണ്ട് കൊടുക്കത്തില്ല, എന്റെ സ്ഥലം മുഴുവൻ നശിപ്പിച്ചതവരാ. പെന്തക്കോസ്റ്റുകാരங்களுக்கு എങ്ങളുടെ ഗ്രൗണ്ട് കൊടുക്ക മാட்டோம், நீங்க வந்தீங்கன்னா எல்லாத்தையும் தள்ளி போட்டு போயிருவீங்க. ഞാനും ആ സഹോദരനോട് അവിടെ ചെന്ന് അപ്പം പറഞ്ഞു ഞങ്ങൾ അതുപോലത്തെ ആൾക്കാരല്ല, നിങ്ങൾക്ക് തരത്തില്ല. ലാസ്റ്റിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, എന്തുവായാലും നിങ്ങൾ വന്നതല്ലേ, എൻ്റെ വൈഫിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം. അവൾക്ക് ദേഹം മുഴുവൻ ചൊറിച്ചിലാണ്. 6 മാസമായിട്ട് ഏത് മരുന്ന് കഴിച്ചിട്ടും ചൊറിച്ചിലും മാറുന്നില്ല, രാത്രി ഉറങ്ങുന്നുമില്ല. அந்த மனுஷன் கடைசில கிரவுண்ட தரமாட்டேன்னு சொன்னாரு. ஆனா போறக்கு முன்னாடி அவர் சொன்னாரு, நீங்க வந்திருக்கீங்க, எங்களுடைய மனைவிக்காக ஜெபிங்க. 6 மாசமா ஒரு சொறி வியாதி அவங்களுக்கு இருக்கு, எவ்வளவு மருந்து எடுத்தாலும் அது மாற மாட்டேங்கிறது. ഞാനും ആ സഹോദരനോട് അവിടെ വെച്ച് പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ നാമത്തിൽ ചൊറിച്ചിൽ മാറട്ടെ, ഇവർ ഉറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. പിറ്റേന്ന് രാവിലെ 7 മണിയായപ്പം അദ്ദേഹത്തിന്റെ കോൾ വന്നിരിക്കുന്നു, പാസ്റ്ററെ നിങ്ങൾ കൺവെൻഷൻ നടത്തിക്കോ. அந்த நேரத்துல அந்த பிரதரை வைத்து நான் ஜெபித்த, இயேசுவின் நாமத்துல சுகம் உண்டாகட்டும். அடுத்த நாள் ஈவினிங் 7 மணிக்கு எனக்கு கால் வருது, பிரதர் இந்த பாஸ்டர் இந்த கிரவுண்ட வச்சு நீங்க கன்வென்ஷன் நடத்திக்கிங்க. ഞാൻ ചോദിച്ചു, സാറേ എന്താണ് കാര്യം? അപ്പൊ പറഞ്ഞു, കഴിഞ്ഞ 6 മാസമായിട്ട് അവള് ഉറങ്ങിയിട്ടില്ല, ചൊറിഞ്ഞുകൊണ്ട് മാത്രം ഇരുന്നു. പക്ഷേ ഇന്നലെ രാത്രി നല്ലതായിട്ട് ഉറങ്ങി, ഒരു ശകലം പോലും ചൊറിഞ്ഞിട്ടുമില്ല. பாஸ்டர் அந்த மனுஷன்ட்ட கேட்டாங்க, என்ன நடந்துச்சுன்னு கேட்டப்போ அந்த மனுஷன் சொன்னார், என்னுடைய மனைவி 6 மாசமாய் தூங்கவில்லை, அவங்களுக்கு சொறி வியாதி இருக்கிறதுனால. ஆனா நேத்து ராத்திரி அவங்க நல்லா தூங்குனாங்க, எந்த வியாதியும் இல்ல. നന്തങ്കോട് ജംഗ്ഷനിൽ നല്ല അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. അവരുടെ ബന്ധുക്കാരെ സ്വന്തക്കാരെ എല്ലാം കൂടെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ നിങ്ങൾ കുടുംബമായിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. அந்த மனுஷன் அந்த ஊர்ல ஒரு பெரிய மனுஷனா இருக்கிறதுனால எல்லா ஊர்ல இருக்கிற ரிலேட்டிவ்ஸ்டும் போய் சொல்லி இருக்கிறாரு, இந்த மனுஷனை கொண்டு வந்து நீங்க ஜெபிச்சு கொள்ளுங்க. ഞാൻ ചോദിക്കട്ടെ, ആ സഹോദരിയുടെ ചൊറിച്ചിലൊന്നും പൂർണ്ണമായി മാറിയില്ല, പക്ഷെ കൺവെൻഷൻ നടത്തുക എന്നുള്ള ദൈവത്തിന്റെ ഉദ്ദേശമാണെങ്കിൽ ആ വിഷയത്തിന്റെ മുഖാന്തരം ദൈവം ഒരുക്കിയേ പറ്റൂ. அந்த நாள்ல அந்த வியாதி பூரணமாய் மாறாமல் போனாலும் அந்த இடத்துல கன்வென்ஷன் நடத்தணுங்கிற கர்த்தருடைய திட்டமானபடினாலே அது நடந்தே தீரணும். അതുകൊണ്ടാ പറയുന്നത്, നാം ജനറൽ പർപ്പസിന്റെ പിന്നിൽ പോകാതെ എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയെ നിങ്ങൾ തിരിച്ചറിയാൻ തയ്യാറായാൽ നിങ്ങൾ അവിടെ നിന്നാ മാത്രം മതി, ബാക്കി ദൈവം ചെയ്തോളൂ. அதனால் தான் நான் சொல்லுகிறேன், ஒரு ஜெனரல் பர்பஸ் மட்டும் போதும் நிற்காமல் உங்களுக்காக வைத்திருக்கிற நோக்கத்தை நீங்கள் ஓடி போனால் உங்களுக்குள் இருக்கிறதை கர்த்தர் நிறைவேற்றுவார். പലപ്പോഴും ആ ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമ്മെ ചിന്തിപ്പിക്കാതെ പലപ്പോഴും ഈ ഒരു സാധാ വ്യക്തിയായി ജീവിക്കാനാണ് ഈ ലോകം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, പിശാചും ആഗ്രഹിക്കുന്നത്. இந்த உலகமும் பிசாசும் உங்களை குறித்து விரும்புகிற காரியம் கர்த்தருடைய திட்டத்தை நீங்கள் தேட வேண்டாம், நிறைவேற்ற வேண்டாம் என்பதுவே. എന്നാൽ ഇന്ന് രാത്രി ദൈവസന്നിധി പറ, കർത്താവേ എന്റെ സമയങ്ങൾ അങ്ങയുടെ പ്രത്യേക പദ്ധതിയുടെ നിവർത്തീകരണത്തിനായി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. ஆனால் இன்னைக்கு ராத்திரி கர்த்தரை பார்த்து சொல்லுங்க, என்னுடைய வாழ்க்கைக்கான நோக்கத்தை நீர் நிறைவேற்றுவீராக.
ആമേൻ. ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. നമ്മുടെ സമയവും ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിയുടെ നിവർത്തീകരണവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് இன்னொரு காரியத்தை வேகமாய் சொல்கிறேன். நம்முடைய நேரத்திற்கும் கர்த்தருடைய நோக்கத்திற்கும் சம்பந்தம் என்ன? പിശാച് പ്രവർത്തിക്കാനാണെങ്കിലും ദൈവം പ്രവർത്തിക്കാനാണെങ്കിലും നമ്മുടെ ഈ ശരീരം ആവശ്യമാണ്. தேவனானாலும் பிசாசானாலும் அவர் வேலை செய்ய வேண்டுமானால் அவங்களுக்கு தேவையானது நம்முடைய சரீரம். ആരോഗ്യമുള്ള സമയം മുഴുവൻ ലോകത്തിന്റെ ഇഷ്ടത്തിന് ജീവിച്ചിട്ട് പ്രായത്തിന്റെ ഒരു അങ്ങേ അറ്റം വന്നിട്ട് പൂർണ്ണമായി സമർപ്പിച്ചാലും പ്രസംഗിക്കണമെങ്കിൽ, കൈ ഉയർത്തി ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണം. எப்படியோ வாழ்ந்து கடைசி நிமிஷத்துல கர்த்தருக்கு என் வாழ்க்கையை தர்றேன்னு சொல்றதுக்காக நீங்க வந்தாலும் அப்பவும் உங்களுக்கு ஒரு சரீரம் வேணும், ஒரு வாய் வேணும், ஒரு கை வேணும். നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്നെങ്കിലും നിറവേറാൻ പോരാ, ആക്കിയിരിക്കുന്ന ആ സമയത്ത് നിറവേറണമെന്നുള്ളതാ ദൈവത്തിന്റെ പദ്ധതി. கர்த்தருடைய நோக்கம், அவருடைய திட்டங்கள் எல்லாம் எப்பவாச்சும் நிறைவேறினா போதும் என்பதல்ல, ஒரு அந்தந்த காரியம் அந்தந்த நேரத்தில் நிறைவேற வேண்டும். എന്നാൽ പിശാചിന്റെ ഏറ്റവും വലിയ ട്രിക്കും അതാണ്, നിങ്ങളുടെ മനസ്സിനെ ആ പ്രത്യേക പദ്ധതിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഡൈവേർട്ട് ചെയ്ത് വിടുക. பிசாசனுடைய திட்டமும் அதுதான், உங்களுடைய நோக்கத்தையும் உங்களுடைய கண்ணோட்டத்தையும் கர்த்தருடைய நோக்கத்திலிருந்து திருப்புவது. ആമേൻ. ഒന്നുകിൽ ലോകത്തിലെ സന്തോഷത്തിലേക്ക്, അല്ലെങ്കിൽ സ്ഥാനമാനത്തിലേക്ക്, അല്ലെങ്കിൽ സാമ്പത്തികത്തിന്റെ ഉയർച്ചയിലേക്ക്. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ പ്രത്യേക പർപ്പസിൽ നോക്കാതെ ജനറൽ പർപ്പസിലേക്ക് നിങ്ങളെ തിരിച്ചുവിടും. இந்த உலகத்தின் பிரியங்களோ உலகத்தின் காரியங்களோ ஏதோ ஒன்று வைத்து எதுவுமே முடியலனா இந்த ஜெனரல் பர்ப்பஸ் மட்டும் போதும் என்று சொல்லி உங்களை திசை திருப்புவது. കാരണം നിങ്ങൾ ദൈവത്തിന്റെ പ്രത്യേക പദ്ധതി അത് ചെറുതാണെങ്കിലും അതിൽ വിശ്വസ്തത കാണിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ മുഖാന്തരം അനേക അത്ഭുതങ്ങൾ നടക്കാനിടയാകും. கர்த்தருடைய திட்டம் ஒரு சிறிய திட்டம் ஆனாலும் அதில் நீங்கள் உண்மையாய் நிற்பீர்களானால் கர்த்தருடைய திட்டம் அதில் வெளிப்படும். ആ ചെറിയതിൽ നിങ്ങൾ വിശ്വസ്തരായാൽ ദൈവം നിങ്ങളെ അധിക കാര്യത്തിന് വിചാരകരാക്കി മാറ്റും. சின்ன விஷயத்திலே உண்மை உள்ளவர்களாய் இருப்பீர்களானால் அதிகத்தின் மேல் அதிபதியாய் கர்த்தர் உங்களை மாற்றுவார். ആ ദൈവിക പദ്ധതിക്ക് വേണ്ടി നാം നിൽക്കാൻ തയ്യാറായാൽ അതിന്റെ മുഖാന്തരം ഒരു മനുഷ്യന്റെ മുമ്പിൽ പോകണ്ട, സ്വർഗം തുറന്നു തരും. அந்த திட்டத்திற்காக நாம் நிற்போமானால் எந்த மனுஷன் பின்பாகவும் நாம் போக தேவையில்லை, கர்த்தர் அதை நிறைவேற்றுவார். കാരണം സർവശക്തനെ പ്രസംഗിക്കുന്നെങ്കിൽ അത് പ്രവൃത്തി മണ്ഡലത്തിൽ വെളിപ്പെടുത്തുന്ന വ്യക്തികളുമായിരിക്കണം. சர்வ வல்லமை உள்ள தேவனை ஆராதிப்பீர்களானால் அப்படிப்பட்ட தேவன் நமக்காக எல்லாவற்றிலும் வல்லமையை காண்பிப்பார். നാം ഈ യുദ്ധക്കളത്തിലായിരിക്കുമ്പോൾ നമുക്കൊരു പോരാട്ടമുണ്ട്. പോരാട്ടത്തിന് വേണ്ടതായ ആയുധങ്ങളുണ്ട്. யுத்த களத்தில் நாம் நிற்கும் போது அதற்கான ஆயுதங்கள் கர்த்தர் நமக்காய் வைத்திருக்கிறார். ഈ ആയുധങ്ങൾ പിശാചിന്റെ കോട്ടകളെ ഇടിക്കാനും സങ്കല്പങ്ങളെ ഇടിക്കാനും പിശാചിന്റെ ഉള്ളിലിരിക്കുന്ന വിഷയങ്ങളെ പോലും നിർവീര്യമാക്കാൻ കഴിവുള്ളതാണ് നിന്റെ പോരിന്റെ ആയുധം. இந்த ஆயுதங்கள் பிசாசின் தந்திரங்களையும் பிசாசின் இருதயத்தில் இருக்கிற நோக்கங்களையும் திட்டங்களையும் உடைத்து தள்ளுகிற வல்லமை உள்ள ஆயுதம். ഒരു അഭിഷക്തന്റെ വിജയം സ്റ്റേജിൽ കാണിക്കുന്ന പെർഫോമൻസ് അല്ല, അവൻ മുട്ടുമേ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ പിശാചിന്റെ കോട്ടകൾ ഇടിയപ്പെടും. அபிஷேகம் பண்ணப்பட்ட தேவ மனுஷனின் வல்லமை அவன் காண்பிக்கிற ஸ்டேஜில் இருக்கிற பெர்ஃபார்மன்ஸ்ல கிடையாது, முழங்கால் படியிடும் போது நடுங்குகிற பிசாசின் கோட்டைகளுக்கு முன்பாக தான். ആത്മാവിന്റെ അഭിഷേകത്തിൽ നിൽക്കുന്നവൻ അവന്റെ ചിന്താ മണ്ഡലങ്ങളിൽ ചിന്തിക്കുമ്പോൾ തന്നെ ഉയരത്തിലെ ദൈവമായി കണക്ട് ചെയ്യാൻ തുടങ്ങും. ஆவியிலே நடத்தப்படுகிற ஒரு மனுஷன் அவனுடைய இருதயத்தில் யோசிக்கும் போதே பரலோக ராஜ்யத்திற்குள் அது வெளிப்படும். ആമേൻ. ദൈവത്തിന്റെ ഭക്തൻ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യുകയില്ല എന്ന് പറയാൻ തക്കവണ്ണം അഭിഷേകം നിന്റെ ജീവിതത്തിൽ പകരപ്പെടണം. அபிஷேகம் பண்ணப்பட்ட தேவ மனுஷன் சொல்ல முடியும், நான் சொல்லாமல் இந்த நாட்டில் மழை பெய்யாது என்று சொல்லி தைரியம். ഈ ലോകത്തിൽ ഒന്നും നേടിയില്ലെങ്കിലും ദൈവമേ അങ്ങനെ ആക്കിയിരിക്കുന്ന ആ ദൈവിക പർപ്പസ് നിവർത്തീകരിപ്പാൻ ഞാനിതാ സമർപ്പിക്കുന്നു എന്ന് സമർപ്പിച്ചേൽപ്പിക്കണം. இன்னைக்கு ராத்திரி நீங்க ஒரு அர்ப்பணம் செய்தே தீர வேண்டும். இந்த லோகத்தில் எந்த நோக்கமானாலும் சின்னதானாலும் பெரிதானாலும் அதை நிறைவேற்ற வேண்டும். ഇന്ന് രാത്രി കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. இன்னைக்கு ராத்திரி ஒரு நிமிஷம் கண்களை மூடி. സഹോദരങ്ങളെ, ഇന്ന് കടന്നു പോകുന്ന ഭാരമോ പ്രശ്നങ്ങളോ ഒറ്റപ്പെടലോ നിന്നയോ ഒക്കെ നിങ്ങൾക്ക് തോന്നും മറ്റു പലതിന് അല്ല നിങ്ങളുടെ മേൽ
മുമ്പിലുള്ള ആ പ്രത്യേക പർപ്പസിലേക്ക് നിങ്ങളെ എത്തിക്കാതിരിക്കാനാ. இன்னைக்கு ராத்திரி நீங்கள் கடந்து போகிற பல போராட்டங்களும் உங்களுக்கு என்று கர்த்தர் வைத்திருக்கிற நோக்கத்திற்குள் நீங்கள் போகாதபடி உங்களை தடுப்பதற்காக தான். ആമേൻ. ഇന്ന് ആ ശക്തികളോട് പറ, ഏതൊക്കെ ദുരാത്മാവേ എന്റെ ഭവനത്തിൽ, എന്റെ തലമുറയിൽ, എന്റെ കുടുംബജീവിതത്തിൽ, എന്റെ ശുശ്രൂഷക്കെതിരായി വെല്ലുവിളിച്ചു നിൽക്കുന്നു, ഞാൻ അതിനെ ആമേൻ യേശുവിന്റെ നാമത്തിൽ ജയിക്കുക. இன்னைக்கு ராத்திரி நீங்க தைரியமாய் சொல்லுங்க, இயேசுவின் நாமத்தில் என்னுடைய வாழ்க்கையின் நோக்கத்திற்கு எதிராக இருக்கிற சகல பிசாசின் கிரியைகளையும் நான் எதிர்த்து நிற்கிறேன். ഇന്ന് രാത്രി വിശ്വാസത്തിൽ അത് ഏറ്റെടുത്തിട്ട് പറ, യേശുവിന്റെ നാമത്തിൽ ആ ദൈവിക പർപ്പസിലേക്ക് ഞാൻ ഇതാ എഴുന്നേറ്റ് വരുന്നു. இன்னைக்கு ராத்திரி இயேசுவின் நாமத்தில் கர்த்தருடைய திட்டத்திற்குள் நான் எழும்பி நிற்கிறேன். ആ പൈശാചിക മണ്ഡലത്തെ നോക്കിയിട്ട് പറ, ഇന്നലെ വരെ നീ എന്റെ സമയം കവർന്നെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ എഴുന്നേൽക്കുക. இன்னைக்கு ராத்திரி நீங்க சொல்லுங்க, இன்னைக்கு வரைக்கும் என்னுடைய நேரத்தை பிசாசு வீணடித்தான், ஆனால் இன்றைக்கு நான் எழும்பி ഇന്ന് நிற்கிறேன். രാത്രി ആത്മാവിൽ ദൈവസന്നിധിയിൽ ഒരു പോരാട്ടത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ ദൈവദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. இன்னைக்கு ராத்திரி நீங்க தேவனுடைய யுத்தத்திற்குள் எழும்பி போராடினால் தேவ தூதர்கள் உங்களுக்காக இறங்கி നിന്റെ போராடுவார்கள். മനസ്സിനെ വേദനിപ്പിക്കുന്നത് ആ ദൈവിക പദ്ധതിയിൽ നിന്ന് നീ അകറ്റിക്കളയാനാ. உங்க மனசை பிசாசு வேதனைக்குள் நடத்துவது கர்த்தருடைய திட்டத்திலிருந்து உங்களை மாற்றுவதற்காக தான். വിശ്വാസത്തോടെ ഏറ്റെടുത്തിട്ട് പറ, കള്ളപ്പിശാചേ ഇന്നലെ വരെ നീ എന്റെ സമയത്തെ കവർന്നെങ്കിൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ വരികയാ. இன்னைக்கு ராத்திரி சொல்லுங்க, பிசாசே இன்றைக்கு வரைக்கும் என்னுடைய நேரத்தை நீ வீணடித்தாய், ஆனால் இன்றைக்கோ நான் எழும்பி நிற்கிறேன். ആ അധികാരത്തിന്റെ ശക്തി ഇന്ന് രാത്രി മൺകൂടാരങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. அதிகாரத்தின் வல்லமை மண் கூடாரங்களுக்குள் இறங்கி வருவதாக. വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ തയ്യാറാകൂ. விசுவாசத்தோடு அதை பெற்றுக்கொள். യേശുവിന്റെ നാമത്തിൽ ആത്മീക മണ്ഡലം തുറന്നു വരട്ടെ. இயேசுவின் நாமத்தில் ஆவியின் மண்டலங்கள் திறந்து வருவதாக. പൈശാചിക കോട്ടകൾ യേശുവിന്റെ നാമത്തിൽ ഇടിയട്ടെ. பிசாசின் கோட்டைகள் இயேசுவின் நாமத்தில் உடைக்கப்படுவதாக. പൈശാചിക സങ്കല്പങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. எல்லா பிசாசின் திட்டங்களும் இயேசுவின் நாமத்தில் முறியடிக்கப்படுவதாக. നാളുകൾ കൊണ്ട് ഒതുക്കിയിരുന്ന ചില ശാപമണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. எல்லா பிசாசின் சாபங்களும் இயேசுவின் நாமத்தில் தகர்க்கப்படுவதாக. വിശ്വാസത്തോടെ ഏറ്റെടുത്തിട്ട് പറ, ആ പ്രതികൂലമേ നിനക്കെന്നെ ജയിക്കാൻ കഴിയത്തില്ല, ഞാൻ ആ ദൈവിക പദ്ധതിയിലേക്ക് വരുന്നു. இயேசுவின் நாமத்தில் சொல்லுங்க, பிசாசே உன்னால் என்னை தடை செய்ய முடியாது. ആത്മശക്തി ഇന്ന് രാത്രി ഏറ്റെടുത്താട്ട് இயேசுவின் நாமத்தில் வல்லமை യേശുവിന്റെ பெற்றுக்கொள். നാമത്തിലെ ശരീരങ്ങളിൽ അത്ഭുതത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. இயேசுவின் நாமத்தில் அற்புதத்தின் வல்லமை வெளிப்படுவதாக. ദൈവിക ദർശനങ്ങൾ വെളിപ്പെടട്ടെ. தெய்வீக தரிசனம் வெளிப்படுவதாக. ആത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. ஆவியின் வல்லமை வெளிப்படுவதாக. എല്ലാ ചങ്ങലകൾ പൊട്ടിമാറട്ടെ. இயேசுவின் நாமத்தில் கட்டமைக்கப்படுவதாக. അഭിഷേകം യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്താട്ട് இயேசுவின் நாமத்தில் அபிஷேகத்தை பெற்றுக்கொள். ശൂന്യതകൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. வெறுமைகள் இயேசுவின் நாமத்தில் மாறுவதாக. അടിമത്തങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറുകയാ. பிசாசின் போராட்டங்கள் இயேசுவின் நாமத்தில் முறியடிக்கப்படுவதாக. എന്റെ ആത്മകണ്ണിൽ തിരിച്ചറിയുന്നു, ചില ചങ്ങലകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടുകയാ. நான் ஆவியில் உணர்கிறேன், சில கட்டுகள் இன்றைக்கு உடைந்து போகிறது. നിങ്ങൾ ആ ദൈവിക പദ്ധതിയിലേക്ക് എഴുന്നേറ്റ് വരാൻ തയ്യാറാണെങ്കിൽ അഭിഷേകത്തിന്റെ ഒരു ഒഴുക്ക് இயேசுவின் நாமத்தில் இன்றைக்கு நீங்கள் எழும்பும் போதே ஆவியின் ஜல நதிகள், ആത്മനിറവിന്റെ ശക്തി മൺകൂടാരങ്ങൾ ഇറങ്ങുക. மண் கூடாரங்களுக்குள் தேவனின் அபிஷேக வல்லமை അത് ശരീരത്തിൽ ഇന്ന് രാത്രി പ്രകടമായി വരും. இன்றைக்கு உங்களுடைய சரீரத்திற்குள் அது இறங்கி வருகிறது. അടഞ്ഞ ചില വഴികൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരും. இப்போதே சில வழிகள் உங்களுக்காக திறக்கப்படுகிறது. ഇന്ന് രാത്രി ആ ദർശനത്തിലേക്ക് മടങ്ങി വാ. இப்பொழுது அந்த தரிசனத்திற்குள் ആ வருவீர்களாக. കാഴ്ചപ്പാടിലേക്ക് മടങ്ങി വാ. தரிசனத்திற்குள் திரும்ப നിങ്ങളുടെ കരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട്, தேவனுடைய கரங்களுக்கு നിങ്ങളുടെ ஒப்புக்கொடு. നാവുകളെ ഏൽപ്പിച്ചു കൊടുത്താട്ട്, ஆவியிலே ஒப்புக்கொடு. അവൻ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. தேவன் உங்களுக்காக நின்றால் யார் உங்களுக்கு எதிராக நிற்கக்கூடும். ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട് இயேசுவின் நாமத்தில் எல்லாரும் தேவனை துதிக்க ஆரம்பிங்க. ശക്തമായ ദൈവ സാന്നിധ്യത്തെ ഇന്ന് രാത്രി എന്റെ ആത്മമണ്ഡലത്തിൽ തിരിച്ചറിയുന്നുണ്ട്. நான் உணர்கிறேன், தேவ
தேவனின் வல்லமை இங்கே இறங்கி நிற்கிறது. യേശുവിന്റെ നാമത്തിൽ പകരപ്പെടട്ടെ. இயேசுவின் நாமத்தில் உடைக்கப்படுவதாக. ദൈവിക പദ്ധതികൾ നിറവേറട്ടെ. தேவனுடைய திட்டங்கள் நிறைவேறுவதாக. യോദ്ധാക്കളെ പോലെയുള്ള ചിലർ എഴുന്നേറ്റ് വരട്ടെ. உடைக்கப்பட்ட சிலர் எழும்பி வருவீர்களாக. ആമേൻ. സാത്താന്യ കോട്ടകൾ വിറയ്ക്കുന്ന നിലയിൽ ചില അഭിഷേകന്മാരെ ആത്മാവിൽ എഴുന്നേൽപ്പിക്കട്ടെ. அபிஷேகம் பெற்றவர்கள் சில கோட்டைகளை உடைக்கிறவர்களாய் எழும்புவீர்களாக. വാഴ്ചയുടെ മേലും അധികാരങ്ങളുടെ മേലും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുക. அபிஷேகத்தோடும் அதிகாரத்தோடும் இப்பொழுதே பேசுகிறோம். எழும்பி வா. ഇന്നലെ വരെ ജയിച്ച ചില സാത്താന്യ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറുകയാണ്. இன்று வரைக்கும் உன்னை மேற்கொண்ட சில பிசாசின் கிரியைகள் இந்த ராத்திரி உடைக்கப்படுகிறது. അഭിഷേകം ഒഴുകപ്പെടട്ടെ. ஆவி ஒழுகி வருவதாக. ആത്മനിറവിന്റെ പകർച്ചയുണ്ടാകട്ടെ. ஆவியின் ஊற்றப்படுதல் ஊற்றப்படுவதாக. ആത്മാവിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ആത്മാവിൽ ഏൽപ്പിച്ചു കൊടുത്താൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ஆவியிலே ஒப்பு கொடுத்து ரபபபபப ஷதலவரக ரிகமனவர விதலவரவ ஷகதலவர ரிகமல ஷதலர ரிபபபப சிகதலரவ ரிகமன ரகதலவ ரெமமம ஷதலரய ரகதலய தோலோஸ். ആത്മശക്തി ഒഴുകപ്പെടട്ടെ. ஆவியின் வல்லமை ஊற்றப்படுவதாக. ഇന്നലെ വരെ ഒതുക്കിയിരുന്ന ചില മണ്ഡലങ്ങളിൽ നിന്ന് യേശുവിൻ നാമത്തിൽ പുറത്തു വാ. இன்று வரைக்கும் உன்னை ஒதுக்கி வைத்த சிலது இன்றைக்கு உடைக்கப்படுவதாக. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഓ ആ ശരീരങ്ങളിൽ ആത്മശക്തി നിറയപ്പെടട്ടെ. ഇന്നലെ വരെ ലഭിച്ചിട്ടില്ലാത്ത ചിലത് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അത് പകരപ്പെടട്ടെ. இன்று வரைக்கும் நீங்கள் பெற்றுக்கொள்ளாத சிலது இன்னைக்கு ராத்திரி நீ பெற்றுக்கொள்ளுகிற ராத்திரி. ദൈവത്തിന്റെ പൈതലെ ആ ദൈവിക ഉദ്ദേശത്തിലേക്ക് വരാൻ തയ്യാറായാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, സ്വർഗത്തിലെ ദൂതന്മാർ നിങ്ങളോടൊപ്പം നിൽക്കും. தேவனுடைய திட்டத்திற்குள் நீங்கள் வருவீர்களானால் நீங்கள் தனியே அல்ல, தேவ தூதர்கள் உங்களுக்காக போராடி நிற்பார்கள். സകല മുഴങ്കാലും മടങ്ങുന്ന ആ സർവശക്തൻ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കും. எல்லா முழங்கால்களும் மடங்குகிற அந்த நாமம் உங்களுக்கு அனுகூலம். இன்றைக்கு അത് വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ തയ്യാറാകുക. அதை விசுவாசத்தோடு பெற்றுக்கொள். ആത്മമണ്ഡലത്തിൽ ഒരു പോരാട്ടം ഇന്ന് രാത്രി നടക്കുന്നുണ്ട്. இயேசுவின் நாமத்தில் ஆவிக்குரிய போராட்டங்கள் இன்றைக்கு ഒതുക്കി നിന്ന ഈ അന്ധകാര മണ്ഡലത്തിന്റെ മേൽ കാലെടുത്ത് ചവിട്ടുന്ന ഒരു അഭിഷേകം, உன்னை எதிர்க்கிற பிசாசை காலின் கீழ் மிதித்து தள்ளுகிற அபிஷேகம், നാളുകൾ കൊണ്ട് നിന്റെ സമയത്തെ കവർന്നെടുത്ത അന്ധകാര മണ്ഡലത്തിന്റെ മേലൊരു യുദ്ധ പ്രഖ്യാപനം, உன்னுடைய நேரத்தை திருடி போன வீணடித்த பிசாசின் கிரியைகள் அழிக்கப்படுகிற ராத்திரி. രാത്രി ആത്മകണ്ണിൽ അത് കണ്ടിട്ട് പറ, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളോ ஆவியே நீங்க சொல்லுங்க, കാണുകയില്ല. இன்று காண்கிற எகிப்தை நீ இனி காண மாட்டாய். യേശുവിന്റെ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ ആ ശക്തിയേറിയ സാന്നിധ്യം